നാരായണ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേऽത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗവദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ. സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഓം. ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധത്തിലെ 4-ാം അധ്യായം. ഭഗവാന്റെ അവതാര ലീലകളെ വർണ്ണിക്കുകയാണ്. നവയോഗികളിൽ ദ്രുമിളൻ എന്ന മഹാത്മാവ്. ആ ഭാഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വായിക്കാം. 4-ാം അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ ചതുർത്ഥോऽധ്യായഃ. രാജോവാച യാനി യാനീഹ കർമാണി യൈര്യൈ സ്വച്ഛന്ദജന്മഭിഃ ചക്രേ കരോതി കർത്താവാ ഹരിസ്താനി ബ്രുവന്തു നഃ. ദ്രുമിള ഉവാച യോ വാ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധിഃ രജാംസി ഭൂമേർഗണയേത് കഥഞ്ചിത് കാലേന നൈവാഖിലശക്തിധാംനഃ. ഭൂതൈര്യദാ പഞ്ചവിരാത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. യത്കായ യേശ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാം ഉഭയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഃ സത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്താ. ആദൗ അഭൂത് ശതധൃതി രജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ ക്രതുപതിർദ്വിജധർമ്മസേതുഃ രുദ്രോപ്യയായ തമസാ പുരുഷഃ സ ആദ്യഃ ഇത്യുത്ഭവസ്ഥിതിലയാ സതതം പ്രജാസു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്യാം നാരായണോ നരഋഷിപ്രവരഃ പ്രശാന്തഃ നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോദ്യാഭിചാസ്ത ഋഷിവർയനിഷേവിതാംഗ്രിഃ. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഗൃക്ഷതീതി കാമം ന്യയുങ്ക്ത സഗണം സബദര്യുപാഖ്യം ഗത്വാപ്സരോഗണ വസന്ത സുമന്ദപാതൈഃ സ്ത്രീ പ്രേക്ഷണേഷുഭിർ അവിദ്യത അതന്മഹിജ്ഞഃ. വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവഃ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയ യജമാനാൻ മാ ഭൈഷ്ടഭോ മദനമാരുത ദേവവദ്വോ ഗൃഹീതനോ ബലിം അശൂന്യമിമം കുരുദ്വം. ഇത്തം ബ്രുവത്യഭയതേ നരദേവദേവാഃ സവ്രീഡനമ്രശിരസഃ സഗൃണം തമൂജുഃ. നൈതദ്വിഭോ ത്വയി പരേവികൃതേ വിചിത്രം സ്വാരാമധീരനികരാനതപാദപദ്മേ. ത്വാം സേവതാം സുരകൃതാ ബഹവോന്തരായാഃ സ്വൗഗോ വിലംഘ്യ പരമം വ്രജതാം പദം തേ
നാന്യസ്യ ബർഹിഷി ബലീൻ ദതതസ്വഭാഗാൻ ധത്തേ പദം ത്വമവിദായതി വിഘ്നമൂർധ്നി ക്ഷുത്രിത്രികാലഗുണമാരുതജൈഹ്യശൈസ്ന്യാനസ്മാൻ അപാരജലധീൻ അതിതീര്യ കേചിത് ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പതേ ഗോർമജ്ജന്തി ദുശ്ചരതപശ്ച വൃഥോത്സൃജന്തി ഇതി പ്രഗൃണതാം തേഷാം സ്ത്രിയോ അത്യത്ഭുതദർശനാഃ ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതീർവിഭുഃ തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയഃ ശ്രീരിവ രൂപിണീഃ ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയഃ താനാഹ ദേവദേവേശഃ പ്രണതാൻ പ്രഹസന്നിവ ആസാം ഏകതമാം വൃന്ദ്വം സവർണാം സ്വർഗഭൂഷണാം ഓമിത്യാദേശമാദായ നത്വാ തം സുരവന്ദിനഃ ഉർവശീമപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം ജയുഃ ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊചുരു നാരായണ ബലം ശക്രസ്തത്രാസ വിസ്മിതഃ ഹംസസ്വരൂപ്യവദച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാമഹ വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണഃ തേനാഹൃതാ മധുഭിദാ ശ്രുതയോ ഹയാസ്യേ ഗുപ്തോപ്യയേ മനുരിളൗഷധയശ്ച മാൽസ്യേ ക്രൗഡേ ഹതോ ദിദിജ ഉദ്ധരതാംബസക്ഷ്മാം കൗർമേ ധൃതോദ്രിരമൃതോന്മഥനേ സ്വപൃഷ്ഠേ ഗ്രാഹാത് പ്രപന്നമിവ രാജമമുഞ്ചതാർത്ഥം സംസ്തുന്വതോബ്ദിപതിതാൻ ശ്രമണാൻ ഋഷീംശ്ച ശക്രം ച വൃത്രവദത തമസി പ്രവിഷ്ടം ശക്രം ച വൃത്രവദത തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോ സുരഗൃഹേ പിഹിതാ അനാഥ ജഗ്നേ സുരേന്ദ്രമഭയായ സതാം നൃസിംഹേ ദേവാസുരേ യുതി ച ദൈത്യപതീൻ സുരാർത്ഥേ ഹത്വാന്തരേഷു ഭുവനാന്യദധാത് കലാഭിഃ ഭൂത്വാദ വാമന ഇമാം അഹരദ്ബലേക്ഷ്മാം യാജ്ഞാച്ഛലേന സമദാദധിദോ ശ്രുതേഭ്യഃ നിക്ഷത്രിയാമകൃത ഗാം ച ത്രിസപ്ത കൃത്വോ രാമസ്തു ഹൈഹയകുലാപ്യയ ഭാർഗവാഗ്നിഃ സോബ്ദിംബബന്ധ ദശവക്ത്രമഹൻസലംഗം സീതാപതിർജയതി ലോകം അലഗ്നകീർത്തിഃ ലോകമലഗ്നകീർത്തിഃ സീതാപതിർജയതി ലോകമലഗ്നകീർത്തിഃ ഭൂമേർബരാവതരണായ യദുഷ്വജന്മാ ജാതഃ കരിഷ്യതി സുരൈരപി ദുഷ്കരാണി വാദൈർവിമോഹയതി യജ്ഞകൃതോ അതദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ ന്യഹനിഷ്യദന്തേ ഏവം വിധാനി കർമാണി ജന്മാനി ച ജഗൽപതേഃ ഭൂരീണി ഭൂരി യശസോ വർണ്ണിതാനി മഹാഭുജം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ചതുർത്ഥോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നിമി നവയോഗി സംവാദം തുടരുകയാണ്. ഏകാദശ സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 4-ാം അധ്യായമാണ്.
ദ്രുമിള മഹായോഗിയുടെ ഭഗവാന്റെ ലീലാവർണ്ണനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമി ചക്രവർത്തിയുടെ ചോദ്യം, ഭഗവാൻ ഏതേത് അവതാരങ്ങളെ മുമ്പെടുത്തു, ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്നു, ഭാവിയിലെടുക്കും, ആ ലീലകളൊക്കെ ഒന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞതിനാണ് ദ്രുമിളൻ എന്ന മഹാത്മാവ് മറുപടി പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ അനന്തങ്ങളായ ഗുണങ്ങളെ ആരെങ്കിലും എണ്ണിത്തീർക്കാം, പറഞ്ഞു തീർക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവൻ ബാലബുദ്ധിയാണ്. വേണമെങ്കിൽ കാലം കൊണ്ട് ഭൂമിയിലെ ധൂളികളെ വേണമെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താം. പക്ഷേ അഖില ശക്തിധാമാവായ ഭഗവാന്റെ മാഹാത്മ്യത്തെ, ഭഗവാന്റെ ഗുണഗണങ്ങളെ ഒരിക്കലും ആരാലും എണ്ണിത്തീർക്കാൻ സാധ്യമല്ല. 1000 നാവുള്ളോരനന്തനും ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി ഭഗവാനെ പൂർണ്ണമായും വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. പിന്നെയാണോ മറ്റുള്ളവരുടെ കാര്യം? അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് ഭഗവാന്റെ ആദ്യ അവതാരമായ വിരാട് പുരുഷ അവതാരത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. എപ്പോഴാണോ തന്നിൽ നിന്ന് തന്നെ ഉണ്ടായ പഞ്ചമഹാഭൂതങ്ങളെ കൊണ്ട് വിരാജം പുരം വിരചയ്യ, വിരാജം എന്ന വിരാട്ട് എന്നതായിട്ടുള്ള പുരത്തെ വിരചിച്ചിട്ട് തസ്മിൻ സ്വാംശേന വിഷ്ടഃ, അതിൽ തൻ്റെ അംശം കൊണ്ട് പ്രവേശിച്ചവനായി പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവ, ആദിദേവനായ നാരായണൻ പുരുഷൻ എന്ന അഭിധാനത്തെ പ്രാപിച്ചു. വിരാട് പുരുഷൻ എന്ന പേരിനെ സ്വീകരിച്ചു. പുരിയിൽ ശയിക്കുന്നവനായതുകൊണ്ട് പുരുഷൻ എന്ന പേര് വന്നു. യഥാർത്ഥത്തിൽ പുരിയിൽ ശയിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണൻ തന്നെ ആയിരുന്നു, എല്ലായിടത്തും പൂർണ്ണനായിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ആൾക്ക് ലീലയായിട്ട് സ്വയം പുരികളെ നിർമ്മിച്ച്, പുരങ്ങളെ നിർമ്മിച്ച് താൻ അതിൽ പ്രവേശിച്ചത് കൊണ്ട് പുരുഷൻ എന്ന പേരും സ്വീകരിച്ചു. വിരാട് പുരുഷന്റെ മാഹാത്മ്യത്തെ വർണ്ണിച്ചു. ഏഷഃ ഭുവനത്രയ സന്നിവേശഃ യത് കായേ, ഈ ലോകങ്ങളുടെ മുഴുവൻ നിലനിൽപ്പ്, സന്നിവേശം, യത് കായേ, ഏതൊരുവന്റെ ശരീരത്തിലാണോ, യസ്യ ഇന്ദ്രിയൈഹി തനുഭൃതാം ഉഭയേന്ദ്രിയാണി ഭവന്തി, ആരുടെ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ബാക്കിയുള്ള പ്രാണികളുടെ ശരീരികളുടെ എല്ലാം ഇന്ദ്രിയങ്ങളെല്ലാം ഭവിച്ചത്, 2 പ്രകാരത്തിലുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഭവിച്ചത്. അതുപോലെ ആരാണോ ജ്ഞാനസ്വരൂപനായിരിക്കുന്നത്, സ്വതസിദ്ധമായ ജ്ഞാനത്തോടു കൂടിയവനായിരിക്കുന്നത്, അതുപോലെ ആരുടെ ശ്വാസത്തിൽ നിന്നാണ് ബലമുണ്ടാകുന്നത്, ആരുടെ ഓജസ്സിൽ നിന്നാണ് ഈഹയുണ്ടാകുന്നത്, അല്ലെങ്കിൽ സത്വാദി ഗുണങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംഹരിക്കുക മുതലായത് ചെയ്യുന്ന ആദികർത്താവ് ആരാണോ, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തും ഓൾ ഇൻ ഓൾ എല്ലാമായിരിക്കുന്ന ആളാണ് ഭഗവാൻ. ഇതിൻ്റെ ആത്മാവായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം ദേഹബലം, മനോബലം, ഇന്ദ്രിയ ബലങ്ങൾ, പ്രവൃത്തി എല്ലാം ഈ ഭഗവാനിൽ നിന്നാണ് ഈ ലോകത്തിന് മുഴുവൻ കിട്ടിയിട്ടുള്ളത്. ഈ ലോകം സ്വതന്ത്രമല്ല, ഭഗവാനുമായി ചേർന്ന് നിൽക്കുമ്പോഴേ ലോകമുള്ളൂ. ഭഗവാനോട് പിണങ്ങിയാൽ ലോകം ശൂന്യം, അല്ലേ? ലോകത്തിന് ഭഗവാനെ ഉപേക്ഷിക്കാൻ ആവില്ല. ഭഗവാന് വേണമെങ്കിൽ ലോകത്തെ എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാം. കാരണം ഭഗവാൻ ലോകത്തെ അപേക്ഷിക്കുന്നില്ല. എപ്പോഴും ലോക അതീതനാണ് ഭഗവാൻ, ലോക അധീനനല്ല. പക്ഷേ ലോകമാകട്ടെ ഭഗവത് അധീനമാണ്. ഈ ജഗത്ത്
ഈശ്വര അധീനമാണ്. ഈശ്വരൻ ജഗത്തതീതനാണ്, പൂർണ്ണ സ്വതന്ത്രനാണ്. അപ്പം നമ്മളൊക്കെ അധീനന്മാരാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ജീവന്മാരെന്ന അവസ്ഥയിൽ, ശരീരികൾ എന്ന അവസ്ഥയിൽ, അല്പന്മാരെന്ന അവസ്ഥയിൽ നമ്മളെല്ലാം ഈശ്വരന് അധീനപ്പെട്ടവരാണ്. അത് മനസ്സിലാക്കി മര്യാദക്കാരായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചാലോ ഭഗവാൻ നമ്മെ ഈശ്വരനോളം ഉയർത്തും. അപ്പം നമ്മളും ഈ ജഗത്തിൽ നിന്ന് അതീതരായിത്തീരും. ഈ ജഗത്തിൻ്റെ യാതൊരു തരത്തിലുള്ള പരിമിതികളും ദുഃഖങ്ങളും നമ്മെ ബാധിക്കാതെയാക്കിത്തരും. അപ്പോൾ ഈ ജഗത്തിന് അതീതരാവാനുള്ള വഴി ഭഗവാനെ മുറുകെ പിടിക്കുക. സത്യം പരം ധീമഹി. അപ്പോൾ ആ സത്വം മുതലായ ഗുണങ്ങളെ കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ നടത്തുന്നു എന്ന് പറഞ്ഞതിനെ ഒന്നുകൂടെ വിസ്തരിച്ചതാണ്. ആദിയിൽ രജോ ഗുണം കൊണ്ട് അസ്യ സർഗേ ശതധൃതീ അഭൂത്, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്കായിക്കൊണ്ട് ശതധൃതിയായി ഭവിച്ചു, ബ്രഹ്മദേവനായി ഭവിച്ചു. സ്ഥിതൗ, പിന്നെ ഈ ജഗത്തിൻ്റെ സ്ഥിതിക്ക് വേണ്ടി ക്രതുപതി ദ്വിജധർമ്മസേതു വിഷ്ണു അഭവത്. ക്രതുപതി യജ്ഞപതിയും ദ്വിജന്മാരെയും ധർമ്മത്തെയും രക്ഷിക്കുന്നവനായ വിഷ്ണുവായി ഭവിച്ചു. അപ്യയായ പ്രളയത്തിനായിക്കൊണ്ടോ തമസ രുദ്ര, തമോ ഗുണം സ്വീകരിച്ചുകൊണ്ട് രുദ്രനായും ഭവിച്ചു. ആര്? സഹ ആദ്യ പുരുഷ, ആ ആദ്യ പുരുഷൻ തന്നെയാണ് ഇതെല്ലാമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ പ്രജാസു സതതം ഉത്ഭവസ്ഥിതിലയാഹ ഭവന്തി. ഈ പ്രജകൾക്കെല്ലാം ജനിച്ച് നിലനിന്ന് നശിക്കുന്നവരാണ് പ്രജകളെല്ലാം, പ്രകർഷേണ ജനിക്കുന്നവരെല്ലാം. അങ്ങനെയുള്ള സർവചരാചരങ്ങൾക്കും ഉത്ഭവം, സ്ഥിതി, ലയങ്ങൾ എന്നിവ സംഭവിക്കുന്നു. ഭഗവാൻ തന്നെ, ഈ വിരാട് പുരുഷൻ തന്നെ 3 മൂർത്തികളായി 3 ലീലകളെ ചെയ്യുന്നത് കൊണ്ട് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നുള്ള 3 ലീലകൾ ചെയ്യാൻ 3 മൂർത്തികളെ സ്വീകരിച്ചിരിക്കുന്നു ഏകനായ വിരാട് പുരുഷൻ. ആ വിരാട് പുരുഷനാകട്ടെ നാരായണന്റെ അംശമാണ്. നാരായണനാകട്ടെ ആ പരബ്രഹ്മ തത്വം തന്നെയാണ്. പരബ്രഹ്മ തത്വത്തെ തന്നെയാണ് ഭാഗവതത്തിൽ വൈഷ്ണവന്മാർ നാരായണൻ എന്ന് പറയുന്നത്. ആ നാരായണനിൽ നിന്ന് വിരാട് പുരുഷൻ ഉണ്ടായി. വിരാട് പുരുഷനിൽ നിന്ന് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ ഉണ്ടായി. അഥവാ 3 വേഷങ്ങളെ സ്വീകരിച്ചു. ഇപ്പം ഇത്രയാണ് ഭഗവാന്റെ ലീലകൾ, അവതാര ലീലകളെ പറഞ്ഞത്. ഇപ്പം എത്ര അവതാരം പറഞ്ഞു? 4 അവതാരങ്ങളെ പറഞ്ഞു. വിരാട് പുരുഷൻ, ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ. ഇനി അടുത്തത് 6 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ ഒരൊറ്റ അവതാരത്തെ തന്നെയാണ് പറയുന്നത്, ഭഗവാന്റെ നരനാരായണന്മാരെന്ന അവതാരത്തെ. അത് ഒരവതാരം എന്ന് പറഞ്ഞാൽ 2 രൂപങ്ങളുണ്ട്, 2 മൂർത്തികളുണ്ട്. 2 മൂർത്തികളെ ഒന്നിച്ചെടുത്ത ഭഗവാന്റെ അവതാരം, അതാണ് നരനാരായണ അവതാരം. അതിൻ്റെ മഹിമയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അവതാര ലീലകളെ വർണ്ണിക്കുന്നതിൽ ഈ ദ്രുമിളൻ വർണ്ണിച്ച് വിസ്തരിച്ചതായിട്ടുള്ള ഒരേ ഒരു അവതാരമാണ് ഈ നരനാരായണ അവതാരം. ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് അതെല്ലാം പേരുകൾ എടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കാണാം. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്യാം നാരായണോ നരഋഷിപ്രവരഃ പ്രശാന്തഃ നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാഭിചാസ്ത ഋഷിവർയ നിഷേവിതാംഗ്രിഃ.
ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്യാം നാരായണോ നര ഋഷിപ്രവരഃ പ്രശാന്തഃ നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപി ചാസ്തഋഷിവർയ നിഷേവിതാംഗ്രിഹി. നമ്മൾ ഈ നരനാരായണ അവതാരം ചുരുക്കി കണ്ടിട്ടുണ്ട് ചതുർത്ഥ സ്കന്ധത്തിൽ, ദക്ഷയാഗത്തിന് മുമ്പായിട്ട്, അതായത് ചതുർത്ഥ സ്കന്ധം പ്രഥമ അധ്യായത്തിൽ തന്നെ. അപ്പോൾ സൃഷ്ടിയുടെ വർണ്ണന വിസർഗം പറയുന്ന നേരത്ത് ദക്ഷനെക്കുറിച്ചും അതുപോലെ തന്നെ സ്വയംഭൂ മനുവിൻ്റെ മകളായ പ്രസൂതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ പ്രസൂതിക്കും ദക്ഷനും കൂടി 16 പെൺകുട്ടികളുണ്ടായതിൽ സതിക്ക് കുട്ടികളുണ്ടായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ദക്ഷയാഗം പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പേ തന്നെ അനസൂയാദേവിയുടെ ദേവഹൂതി ദേവിയുടെ സന്തതികളെ കുറിച്ച് പറഞ്ഞു. ആകൂതി, ദേവഹൂതി, പ്രസൂതിയാണല്ലോ. അപ്പോൾ ആകൂതിക്ക് ഒറ്റ പുത്രൻ മാത്രമേ ഉണ്ടായുള്ളൂ, ഒരു പുത്രിയും, യജ്ഞനും ദക്ഷിണയും എന്ന് ചതുർത്ഥ സ്കന്ധത്തിൽ പറഞ്ഞു. ദമ്പതികളായി തീർന്നു. യജ്ഞൻ ദക്ഷിണ എന്ന പേരിൽ ഭഗവാനും മഹാലക്ഷ്മിയും അവതരിച്ചത് പറഞ്ഞു. ദേവഹൂതിയുടെ 9 പെൺമക്കൾക്ക് ഉണ്ടായ മക്കളെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ 9 പ്രജാപതിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്ത കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രസൂതിയുടെ 16 മക്കളെ വിവാഹം കഴിച്ച കാര്യത്തിൽ 13 പേരെയും ഒരാൾക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞു, ധർമ്മൻ എന്ന പ്രജാപതിക്ക്. ആ ധർമ്മന് 13 പേരിൽ പ്രധാനമായിട്ട് മൂർത്തി എന്ന പത്നിയിൽ ഭഗവാൻ തന്നെ നരനാരായണന്മാരായി അവതരിച്ചു എന്നും 4ാം സ്കന്ധത്തിൽ 1ാം അധ്യായത്തിൽ പറഞ്ഞു. അതിവിടെ ഒന്നുകൂടെ നമ്മൾ കാണുകയാണ്. കാരണം അവിടെ അവതരിച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കി നരനാരായണന്മാരുടെ മഹത്വമൊന്നും അവിടെ അധികം പറഞ്ഞില്ല. അവിടുത്തെ കഥാതന്തു സ്വയംഭുവ മനുവിൻ്റെ വംശവർണ്ണനയും അതുപോലെ തന്നെ വിസർഗം എന്നുള്ള ലീലാവർണ്ണനവും അതിലൂടെ ദക്ഷയാഗത്തിലും ധ്രുവചരിതത്തിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ശുകബ്രഹ്മർഷി, അല്ലെങ്കിൽ വിതുര മൈത്രേയ സംവാദ രൂപത്തിലാണത് നമ്മൾ കണ്ടത്. അപ്പോൾ അവിടെ വിസ്തരിച്ചില്ല. ഇവിടെയാണ് നരനാരായണ അവതാരത്തെക്കുറിച്ച് കൂടുതൽ വിസ്തരിക്കുന്നത്. ഇനിയും നരനാരായണന്മാരെക്കുറിച്ച് പറയാൻ പോകുന്നത് 12 സ്കന്ധത്തിലെ മാർക്കണ്ഡേയ ചരിതത്തിൽ മാർക്കണ്ഡേയ മഹർഷിയെ അനുഗ്രഹിക്കാനായിട്ട് നരനാരായണ ഋഷിമാർ വരുന്നതും മാർക്കണ്ഡേയ മഹർഷി മായ കാണണമെന്ന് ആവശ്യപ്പെട്ടതും മാർക്കണ്ഡേയ മഹർഷി പോലും അറിയാതെ മായയെ കാണിച്ചു കൊടുത്തതുമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം, അതാണ് നരനാരായണന്മാർ ചെയ്തത്. പിന്നെ നരനാരായണന്മാരെക്കുറിച്ച് പ്രസ്താവനയുള്ളത് 5ാം സ്കന്ധത്തിലാണ്. ഭാരതവർഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലേ, ജംബൂദ്വീപത്തിൽ 9 വർഷങ്ങളെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ ഭാരതവർഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ഭാരതവർഷത്തിൻ്റെ അതിദേവതകളായി അഥവാ പരദേവതകളായി നാരദ മഹർഷിയാലും മറ്റും ഉപാസിക്കപ്പെട്ടുകൊണ്ട് ഇന്നും ബദരികാശ്രമത്തിൽ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ രക്ഷയിലാണ് ഈ ഭാരതം നിലനിന്നു പോകുന്നത് എന്നെല്ലാം വർണ്ണിച്ചിരുന്നു. അവരെ സ്തുതിക്കുന്ന മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ ചൊല്ലിയിരുന്നു. അത് കഴിച്ചാൽ അവരുടെ കഥ കുറച്ചുകൂടി പറയുന്നത്, അവരുടെ മാഹാത്മ്യം പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭമാണ് വ്യാസൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിമി നവയോഗി സംവാദത്തിലൂടെ നരനാരായണ ഋഷിമാരുടെ മാഹാത്മ്യം പറയാനാണ് അവസരം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കാം നമുക്ക്. ധർമ്മസ്യ ദക്ഷദുഹിതരി
അജനിഷ്ടമൂർത്തിയാം നാരായണോ നര ഋഷിപ്രവരഃ പ്രശാന്തഃ നൈഷ്കർമ്മ്യലക്ഷണം ഉവാച ചചാര കർമ്മ യോദ്യാപി ചാസ്തേ ഋഷിവർയ നിഷേവിതാംഗ്രിഹി. ഇവിടെ ധർമ്മസ്യ എന്ന് പറഞ്ഞാൽ ധർമ്മ പ്രജാപതേഹെ, ധർമ്മൻ എന്ന പ്രജാപതിക്ക്. അപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള പ്രജാപതിയാണ് ധർമ്മൻ. ആ ധർമ്മൻ എന്നുള്ളതായിട്ടുള്ള പ്രജാപതിക്ക് മൂർത്തിയാം, ആരാണ് ഈ മൂർത്തി? ദക്ഷദുഹിതരീ മൂർത്തിയാം, ദക്ഷന്റെ ദുഹിതാവായിരിക്കുന്നവളായ മൂർത്തിയിൽ. ദുഹിതരി എന്നുള്ളത് സപ്തമിയാണ്. ദക്ഷപുത്രിയിൽ എന്നാണ് അർത്ഥം. ദക്ഷപുത്രിയിൽ, മൂർത്തിയിൽ എന്ന് വിഭക്തി പ്രകാരം പറയാം. അഡ്ജക്റ്റീവായിട്ട് എടുക്കുമ്പോൾ ദക്ഷപുത്രിയായ മൂർത്തിയിൽ എന്ന്. അപ്പോൾ വിശേഷണ വിശേഷ്യങ്ങൾ സമാന ലിംഗങ്ങളിലും സമാന വിഭക്തിയിലുമായിരിക്കണം, വചനത്തിലുമായിരിക്കണം. അപ്പോൾ ഇവിടെ ദക്ഷദുഹിതരീ മൂർത്തിയാം, ദക്ഷപുത്രിയായ മൂർത്തിയിൽ, മൂർത്തി എന്ന ദേവിയിൽ. ഈ മൂർത്തി പ്രസൂതി പുത്രിയാണ്. പ്രസൂതിയുടെയും ദക്ഷന്റെയും പുത്രിയാണ്. അപ്പോൾ അജനിഷ്ഠ, അജനിഷ്ഠ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ്. ആര് ജനിച്ചു? നാരായണ നരഹ അജനിഷ്ഠ, നാരായണനെന്നും നരനായിട്ടും ജനിച്ചു. രണ്ട് രൂപങ്ങളെയാണ് സ്വീകരിച്ചത് എന്നർത്ഥം. അജനിഷ്ഠ എന്നുള്ളത് ഏകവചനമാണ്. രണ്ടുപേരെയും മൂർത്തി രണ്ടാണെങ്കിലും ഒരു തത്വമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇത് നാരായണ നരഹ, കാരണം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഏകവചനത്തിൽ തന്നെ പ്രയോഗിച്ചിരിക്കുന്നത്. നാരായണ നരനാരായണൗ എന്ന് പറഞ്ഞാൽ അജനിഷ്ഠാദാം എന്ന് പറയണം. രണ്ടും കൂടി ചേർത്താൽ ദ്വിവചനമായി അജനിഷ്ഠ എന്നുള്ളതിൻ്റെ ദ്വിവചനം അജനിഷ്ഠാദാം എന്ന് വരും. നരനാരായണൗ ഋഷി എന്ന് ദീർഘം പറയണം. ഏകവചനമാണെങ്കിൽ നാരായണ ഋഷി, വിസർഗത്തോടുകൂടി ഏകവചനം. ഹ്രസ്വം ആണ് ഋഷി. രണ്ട് ഋഷികളാവുമ്പോഴോ ഋഷി, അവിടെ ചതുർത്ഥ സ്കന്ധത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണ് നമ്മൾ അവതാരം കൊണ്ടാടുക. നരനാരായണൗ ഋഷി, അത് സന്ധി വന്ന് നരനാരായണാവൃഷി എന്ന് വരും. അപ്പോൾ ധർമ്മസ്യ ഋഷിപ്രവരഃ പ്രശാന്തഃ നാരായണഃ നരഃ അജനിഷ്ഠ. ഋഷിപ്രവരഃ, ഋഷികളിൽ വെച്ച് പ്രവരനായിട്ടുള്ളവനും പ്രശാന്തഃ, പ്രകർഷേണ ശാന്തനുമായിട്ടുള്ള നാരായണൻ നരൻ ജനിച്ചു. നാരായണൻ ആൻഡ് നരൻ എന്ന് പറഞ്ഞില്ല. നാരായണശ്ച നരശ്ച എന്നവിടെ ചകാരം പോലും പറഞ്ഞില്ല. രണ്ടും ഒന്നാണ് എന്നുള്ള രീതിയിലാണ് രണ്ട് വിശേഷണ വിശേഷ്യങ്ങളെപ്പോലെ പറഞ്ഞു. നാരായണ നരഹ, രണ്ട് മൂർത്തികൾ മാത്രമേ ഉള്ളൂ, തത്വം ഒന്നാണ് എന്ന് സൂചിപ്പിക്കാം. അപ്പൊ എങ്ങനെയുള്ള ഋഷിപ്രവരഹ എന്നുള്ളതും ഏകവചനമാണ് പറഞ്ഞത്. പ്രശാന്തഃ എന്നതും ഏകവചനമാണ് പറഞ്ഞത്. ഋഷിപ്രവരൗ പ്രശാന്തൗ നരനാരായണൗ എന്നാണ് നമ്മുടെയൊക്കെ ഭാഷയിൽ പ്രയോഗിക്കുക, അല്ലേ? ഇവിടെ അവരെ ഏകവചനമായി പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ തത്വം നമുക്ക് അറിയാം. അപ്പൊ ഋഷിപ്രവരഹ, ഋഷീണാം പ്രവരഹ, മറ്റു ഋഷിമാരിൽ വെച്ചൊക്കെ പ്രകർഷേണ വരിക്കപ്പെടേണ്ടവനാണ് പ്രവരൻ. എല്ലാവരിലും വെച്ച് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ ആരെ തിരഞ്ഞെടുക്കണം എന്ന് ചോദിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് നാരായണൻ മതി, നരനാരായണൻ മതി എന്ന് പറഞ്ഞ് പ്രകർഷേണ വരിക്കേണ്ടവനാണ് പ്രവരൻ. അപ്പോൾ ഋഷീണാം മധ്യേ പ്രവരഹ. പ്രശാന്തഃ, പ്രശാന്തഃ പ്രകർഷേണ ശാന്തഃ. എന്തുകൊണ്ട്? കാമമില്ല. കാമമില്ലാത്തത് കൊണ്ട് ക്രോധവുമില്ല.
ഈ കാമക്രോധങ്ങളാണ് ശാന്തിയെ ഇല്ലാതാക്കുന്നത്. പിന്നെ അതിൻ്റെ പുറകെ വരുന്ന അനുജന്മാരാണ് ബാക്കിയുള്ളതൊക്കെ. കാമുണ്ടെങ്കിലേ ക്രോധം ഉണ്ടാവുള്ളൂ, ക്രോധം ഉണ്ടെങ്കിലേ മറ്റുള്ള എല്ലാ പ്രവൃത്തികളും ഉണ്ടാവുള്ളൂ. അല്ലേ? ലോഭ, മോഹ, മത, മാത്സര്യ മുതലായിട്ടുള്ള എല്ലാം വരണമെങ്കിൽ ആദ്യം വരേണ്ടത് കാമനാണ്. അപ്പോൾ കടിഞ്ഞൂൽ കുട്ടി ഉണ്ടായിട്ടില്ല, പ്രസവിച്ചിട്ടില്ല, പിന്നെ അനുജന്മാരെങ്ങനെ ഉണ്ടാവും? അനുജന്മാരുണ്ടാവണമെങ്കിൽ ജ്യേഷ്ഠൻ ഉണ്ടാവണമല്ലോ, നല്ല അവരെ അനുജൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ കാമമില്ലാത്തത് കൊണ്ട് ക്രോധവുമില്ല. അതാണ് നരനാരായണന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത. വേണമെങ്കിൽ രണ്ടും പ്രകടിപ്പിക്കാമായിരുന്ന ഒരു സന്ദർഭത്തെയാണ് ഇനി പറയാൻ പോകുന്നത് കഥയായിട്ട്. വേണമെങ്കിൽ കാമവും പുറത്തേക്ക് പ്രകടമാവാം, അല്ലെങ്കിൽ ക്രോധവും വരാം. വേറെ വല്ല ഋഷീശ്വരന്മാരാണെങ്കിൽ ഇത് രണ്ടും പ്രകടിപ്പിച്ച് കാണും. ഇത് രണ്ടും ഇല്ലാതെ, യാതൊരു കുലുക്കും ഇല്ലാതെ കാമമുണ്ടാവേണ്ട സാഹചര്യം ഉണ്ടായിട്ടും, അല്ലേ? അനുകൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ വിത്ത് മുളയ്ക്കുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിൽ. മഴയുണ്ടാകുമ്പോൾ, ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടാകുമ്പോൾ ഉണങ്ങിക്കിടക്കുന്ന വിത്തിൽ നിന്ന് എങ്ങനെയാണോ മുള പൊട്ടുന്നത്, അതുപോലെയാണ് ജന്മജന്മാന്തരങ്ങളായി നമ്മുടെ ഉള്ളിൽ വിത്തിൻ്റെ രൂപത്തിൽ വാസനകൾ അടങ്ങിക്കിടക്കുന്നത്. അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് പതുക്കെ തലപൊക്കുക. ഇത് അപകടമാണെന്ന് അറിയുന്നവരതിനെ മുളയിലേ നുള്ളും, അല്ലാത്തവരതിനെ പോഷിപ്പിച്ച് വളർത്തി വൃക്ഷമാക്കി മാറ്റും. ഇതാണ് കാമത്തിൻ്റെ പരിപാടി. അപ്പോൾ കാമമാകുന്ന വൃക്ഷം അത് വളർന്ന് പന്തലിക്കും, പിന്നെ അത് നമ്മളെ ഭരിക്കും, പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പ്രഹ്ലാദനും പ്രാർത്ഥിച്ചത് ഇതുതന്നെയായിരുന്നു. എൻ്റെ അങ്ങ് നരസിംഹമൂർത്തിക്ക് എനിക്ക് വല്ല വരവും നൽകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം. അല്ലേ? കാമങ്ങൾ ഹൃദയത്തിൽ സംരോഹം ചെയ്യാതിരിക്കുവാൻ, അസംരോഹം മുളച്ചു പൊട്ടാതിരിക്കാൻ, മുള പൊട്ടാതിരിക്കാനായിക്കൊണ്ട് അങ്ങയിൽ നിന്ന് വരം ഞാൻ ചോദിക്കുന്നു. അങ്ങേക്ക് വരം തരണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ യതിരാസീശമേ കാമാൻ, ഈശ മേ കാമാൻ രാശി, അങ്ങ് എനിക്ക് കാമങ്ങളെ നൽകുന്നുവെങ്കിൽ എനിക്ക് വേണ്ട വരം ഇതാണ്. കാമാനാം ഹൃദി അസംരോഹം ഭവതസ്തു വൃണേ വരം, അങ്ങയിൽ നിന്ന് ഞാൻ വരമായി വരിക്കുന്നു. അപ്പോൾ ശാന്തി വേണമെങ്കിൽ എന്ത് വേണം? കാമത്തെ ജയിച്ചിരിക്കണം. ശാന്തിയില്ലാത്തവന് സ്വസ്ഥതയും ഉണ്ടാവില്ല. അശാന്തസ്യ കുതസുഖം. അപ്പോൾ ഈ ലോകത്തിൽ ഭൂരിപക്ഷം, മൃഗീയ ഭൂരിപക്ഷം ആളുകളും സുഖമില്ലാതിരിക്കുന്നതിന് കാരണം ശാന്തിയില്ലായ്മയാണ്. അല്ലേ? ശാന്തി എന്ന പേര് പറഞ്ഞു നടക്കുന്നവർക്കും ശാന്തിയില്ല. മേൽശാന്തിക്ക് ഒട്ടും ശാന്തിയില്ല. പ്രശാന്ത ഋഷിപ്രവര പ്രശാന്ത നാരായണ നരഃ ഇതി മൂർത്തിയാം ദക്ഷദുഹിതരി മൂർത്തിയാം ധർമ്മസ്യ പ്രജാപതേഃ പുത്രഃ അജനിഷ്ഠ. പുത്രനായിട്ട് ഭഗവാൻ ജനിച്ചു. എന്നിട്ടോ നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാര കർമ്മ യോദ്യാപി ചാസ്ത ഋഷിവര്യ നിഷേവിതാംഗ്രിഹി. നൈഷ്കർമ്മ്യലക്ഷണം കർമ്മ ഉവാച. കർമ്മത്തെ ഉപേക്ഷിക്കുന്ന, അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് അതീതരാകുന്ന ആ ഒരവസ്ഥയെ, മോക്ഷത്തെ എന്നർത്ഥം. കർമ്മങ്ങളിൽ നിന്നുള്ള മോക്ഷത്തെ, അതാണ് നൈഷ്കർമ്മ്യ ലക്ഷണം കർമ്മം. ഞാൻ
കർത്താവല്ല എന്നുള്ള അറിവ് ഉറയ്ക്കലാണ് വാസ്തവത്തിൽ നൈഷ്കർമ്മ്യ ലക്ഷണമായിട്ടുള്ള കർമ്മ. ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതെല്ലാം അതാതിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനാരാ? ഞാൻ ആത്മ, കൂടസ്ഥ, അധ്യക്ഷ, സാക്ഷി, ഉദാസീന, നിസ്സംഗ. ഞാൻ ഉദാസീനനാണ്, ഇതിനെല്ലാം മുകളിലിരിക്കുന്നവനാണ്, അധ്യക്ഷനാണ്, സാക്ഷി മാത്രമാണ്. എൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവരെല്ലാം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ഇല്ലെങ്കിൽ ഇവരൊന്നും പ്രവർത്തിക്കില്ല, മര്യാദയ്ക്കൊന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ നേരിട്ടൊന്നും ചെയ്യുന്നുമില്ല, എനിക്ക് ചെയ്യേണ്ട കാര്യവും ഇല്ല. അപ്പൊ എന്താ? നൈഷ്കർമ്മ്യ ലക്ഷണം കർമ്മ ഉവാച. ജ്ഞാനപ്രദം എന്ന് പറയുന്ന കർമ്മത്തെ, നൈഷ്കർമ്മ്യത്തിലേക്ക് നയിക്കുന്ന കർമ്മത്തെ, തപസ്സിനെ എല്ലാം ഉവാച ഉപദേശിച്ചു. ചചാര, ചചാര എന്ന് പറഞ്ഞാലോ ആചരിക്കുകയും ചെയ്തു, സ്വയം ആചരിച്ചു. മറ്റുള്ളവർക്ക് ഉപദേശിക്കുക മാത്രമല്ല സ്വയം ചരിക്കുകയും ചെയ്തു. എന്താ ചരിച്ചത്? തപസ്. തപസ്സോടൊപ്പം തന്നെ നിവാത കവചന്മാരെന്ന അസുരന്മാരെ വധിക്കുകയും ചെയ്തു. അതും അവരെ സംബന്ധിച്ച് കർത്തൃത്വമില്ലാതെ ചെയ്തതാണ്. അതുകൊണ്ട് നൈഷ്കർമ്മ്യം തന്നെയാണ്. നാരായണനോടോ നരനോടോ ചോദിച്ചാൽ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറയും. നരനാരായണന്മാരോട് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന അസുരന്മാരെ വധിച്ചില്ലേ, അവരുടെ കവചങ്ങളെ നശിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല, ഞങ്ങൾ തപസ്സും ചെയ്തിട്ടില്ല, അസുരന്മാരെ വധിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അവരുടെ കവചങ്ങൾ പൊട്ടിച്ചിട്ടുമില്ല, ഞങ്ങൾക്ക് കർമ്മങ്ങളൊന്നുമില്ല, ഞങ്ങൾ കർത്താവുമല്ല. അപ്പോൾ പിന്നെ കർമ്മങ്ങളൊക്കെ ചെയ്തതാരാ? കർമ്മങ്ങളൊക്കെ ചെയ്തത് പ്രകൃതി, ശരീരാദികൾ. അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് അതിനൊക്കെ ഉപരിയായിരിക്കുന്നവരാണ് അവർ. അപ്പോൾ അവർ എങ്ങനെ ഇരിക്കണം? ഇത്രയും ഏറ്റവും ശ്രേഷ്ഠമായ തപസ്സും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതിക്രൂരമായ ദാരുണമായ യുദ്ധവും ചെയ്യുന്നു. രണ്ട് ചെയ്യുമ്പോഴും രണ്ടിലും സംഘമില്ല, കർത്തൃത്വമില്ല. അതാണ് നരനാരായണന്മാരുടെ മഹിമ. അതുപോലെ നമുക്കും എന്ത് ചെയ്യുമ്പോഴും പ്രകൃതേഹേ സ്വഭാവാത് യദ്യത് കരോമി, അതൊക്കെ പ്രകൃതിയുടെ സ്വഭാവം കൊണ്ട് ചെയ്യുന്നതാണ്. ആത്മാവായിട്ടുള്ള ഞാനല്ല ചെയ്യുന്നത്, ഞാൻ അകർത്ത. എല്ലാം ആ ഭഗവാനിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ പ്രകൃതി ചേഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ ശരീരം എടുക്കാൻ കാരണമായത് ഈശ്വരേച്ഛയാണ്. എനിക്ക് ഈ ശരീരമെന്ന ഉപകരണം കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് ഈശ്വരേച്ഛയാണ്, അല്ലാതെ ഞാൻ ഉണ്ടാക്കിയ ചുറ്റുപാടുകളൊന്നുമല്ല. എനിക്ക് നല്ലത് ചെയ്യാൻ അവസരം തരുന്നതും ഈശ്വരൻ, എനിക്ക് യുദ്ധം മുതലായ പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും ഈശ്വരൻ. ഇതിലെനിക്കൊരു പങ്കുമില്ല. ഞാൻ ജനിക്കുമ്പോഴേ യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് എന്താണ് വരാനിരിക്കുന്ന സാഹചര്യം, എനിക്ക് കർമ്മശേഷി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടി വരും, ഏതെല്ലാം സാഹചര്യങ്ങൾ വരും, ഏതൊക്കെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊന്നും അന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം ആര് കൊണ്ടുവന്നതാണ്? ആരാണ് ഈ സ്ക്രീൻ പ്ലേ രചിച്ചത്? ആരാണ് ചുറ്റുമുള്ള പ്രോപ്പർട്ടീസിനെയൊക്കെ വിന്യസിച്ചത്? എല്ലാം ഈശ്വരേച്ഛ. അപ്പോൾ അത് ഉള്ളിലുറച്ചാൽ നൈഷ്കർമ്മ്യ സിദ്ധിയായി. അത് അങ്ങനെയുള്ള കർമ്മത്തെ ഉപദേശിച്ചു.
തപസ് ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നരനാരായണന്മാരെ സംബന്ധിച്ച് യുദ്ധവും തപസ്സാണ്. യുദ്ധവും തപസ്സും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. 500 വർഷം യുദ്ധം ചെയ്യുന്നു, 500 വർഷം തപസ് ചെയ്യുന്നു, വീണ്ടും ആവർത്തിക്കുന്നു. ഒരാൾ തപസ് ചെയ്യുമ്പോൾ മറ്റൊരാൾ യുദ്ധം ചെയ്യുന്നു, ഒരാൾ തിരിച്ചു വന്ന് തപസ് ചെയ്യുമ്പോൾ ഇയാൾ യുദ്ധത്തിനായി കൊണ്ടുപോകുന്നു. രണ്ടും ഒരുപോലെ കാണുന്ന, രണ്ടിലും ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് കാണുന്ന ആ ഒരു അറിവോട് കൂടിയവരാണ് നരനാരായണന്മാർ. കാരണം അവർക്ക് സ്വന്തമായിട്ട് യാതൊരു അജണ്ടകളുമില്ല, ആഗ്രഹങ്ങളുമില്ല. അവർക്ക് കാമക്രോധാദികളൊന്നുമില്ല. കാമം കൊണ്ട് എന്തെങ്കിലും നേടാൻ വേണ്ടി തപസ് ചെയ്തതുമല്ല, ക്രോധം കൊണ്ട് ആരെയെങ്കിലും നശിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തതുമല്ല. ഇതൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നമുക്കും ഈ തലത്തിലെത്താൻ കഴിയട്ടെ, അല്ലേ? നരനാരായണന്മാരുടെ ഒരു ഭാവത്തെക്കുറിച്ച് നമ്മൾ നിരന്തരം ചിന്തിച്ചാൽ നമ്മൾ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും യുദ്ധമെങ്കിൽ യുദ്ധം, തപസ്സെങ്കിൽ തപസ്, സൽക്കർമ്മമെങ്കിൽ സൽക്കർമ്മം, ഏതെങ്കിലും ദുഷ്കർമ്മം ചെയ്യുകയാണെങ്കിലും അപ്പോഴും നമുക്ക് ആ ഒരു സംഘമില്ലാതെ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ നൈഷ്കർമ്മ്യ ലക്ഷണം കർമ്മ ഉവാച ചചാര, ചരിക്കുകയും ചെയ്തു. യഹ അദ്യാപി ഋഷിവര്യ നിഷേവിതാംഗ്രിഹി ആസ്തേ. ആസ്തേ, ആസ്ത എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ആസ്തേ എന്നാണ്. ആസ്തേ എന്ന് പറഞ്ഞാലോ ഇരിക്കുന്നു, അറ്റ് പ്രസന്റ് ഇരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ അദ്യാപി, ഈവൻ നൗ, ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എങ്ങനെ? ഋഷിവര്യ നിഷേവിത അംഗ്രിഹി, ഋഷിവര്യനാൽ നിതരാം സേവിക്കപ്പെടുന്ന അംഗ്രിയോടുകൂടിയവനായി, പാദകമലങ്ങളോടുകൂടിയവനായി. ഇവിടുത്തെ ഋഷിവര്യൻ എന്ന് പ്രത്യേകം ഉദ്ദേശിച്ചിരിക്കുന്നത് നാരദ മഹർഷി തന്നെയാണ്. നാരദ മഹർഷിയാണ് നരനാരായണന്മാരെ നിരന്തരം സേവിച്ചുകൊണ്ട് ലോകത്തിന് മാതൃക കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം നാരദ മഹർഷിയാൽ പോലും എപ്പോഴും സേവിക്കപ്പെടണമെങ്കിൽ എത്ര ഗംഭീരന്മാരായിരിക്കും ഇവര്. ആ പ്രശാന്ത എന്നുള്ള പ്രയോഗം തന്നെയാണ് അതിന് കാരണം. പ്രശാന്തരായിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ ചെന്നാൽ നമുക്കും കിട്ടുന്നതാണ് പ്രശാന്തി. കാരണം അവരുടെ ഉള്ളത് അവർ വാരിക്കോരി തരും. ആരുടെ എന്താ ഉള്ളത് വെച്ചാൽ അതേ നമുക്ക് തരാൻ പറ്റുള്ളൂ, അല്ലേ? ഉള്ളതല്ലേ തരാൻ പറ്റുള്ളൂ. അപ്പം ശാന്തിയിൽ മുഴുകിയിരിക്കുന്നവരുടെ അടുത്ത് പോയാൽ നമുക്ക് ശാന്തി കിട്ടും. വിക്ഷുബ്ധരായിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയാൽ നമ്മൾക്കും ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. നമ്മളും വിക്ഷുബ്ധരായിരിക്കും. എഴുന്നേറ്റ് ഓടും. അവിടുന്ന് ഓടിയ വഴി പുല്ല് മുളയ്ക്കാത്ത രീതിയിൽ ഓടും. അപ്പം അതുകൊണ്ടാണ് ശാന്തരായിരിക്കുന്ന മഹാത്മാക്കളുടെ അടുത്തേക്ക് ജനങ്ങൾ ആകൃഷ്ടരായി ചെല്ലുന്നത്. അവരുടെ ശാന്തിയാണ് ആകർഷിക്കുന്നത്. എല്ലാവർക്കും വേണ്ടത് ശാന്തിയാണ്. അപ്പോൾ അത് ധാരാളമായിട്ട് ശാന്തിയുടെ സോഴ്സായിട്ട് മഹാപുരുഷന്മാരുണ്ടാകുമ്പോൾ അവിടേക്ക് ആളുകൾ ചെല്ലും. അപ്പോൾ ഇനി ആ നരനാരായണ ഋഷീശ്വരന്മാർ ചെയ്ത പ്രവൃത്തിയെ എടുത്ത് വർണ്ണിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആദ്യം ഒന്ന് ഇൻട്രോ, ഗംഭീരമായിട്ടുള്ളൊരു ഇൻട്രോ, അല്ലേ? നരനാരായണന്മാരെ കുറിച്ച് ഒന്ന് ചുരുക്കി പറഞ്ഞു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്തിയാം നാരായണോ നരഋഷിപ്രവര പ്രശാന്ത നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപി ചാസ്ത ഋഷിവര്യ നിഷേവിതാംഗ്രിഹി. ഇന്ദ്രോ വിസംഗ്യ മമ ധാമ ജിഗൃക്ഷതീതി
കാമം യയുങ്ക്ത സഗണം സബദര്യുവാക്യം ഗത്വാ അപ്സരോ ഗണവസന്ത സുമന്ദവാദൈഃ സ്ത്രീ പ്രേക്ഷണേഷുഭിർ അവിദ്യത് അതന്മഹിജ്ഞഃ ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഗൃക്ഷതീതി കാമം യയുങ്ക്ത സഗണം സബദര്യുവാക്യം ഗത്വാ അപ്സരോ ഗണവസന്ത സുമന്ദവാദൈഃ സ്ത്രീ പ്രേക്ഷണേഷുഭിർ അവിദ്യത് അതന്മഹിജ്ഞഃ. സന്ധി പിരിച്ച് പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചൊല്ലുമ്പോൾ ആ ഒരു ഫീല് കിട്ടാൻ, മൂഡ് കിട്ടാൻ, പദങ്ങൾ മനസ്സിലാക്കി ചൊല്ലുമ്പോഴാണ് ആ ഒരു ആസ്വാദനം സാധിക്കുക. അപ്പോൾ നരനാരായണന്മാരുടെ മാഹാത്മ്യം വർണ്ണിക്കാൻ വേണ്ടി അവരുടെ ജീവിതത്തിലെ ഒരു ചെറിയൊരു ഉദാഹരണം എടുത്ത് പറയുകയാണ്. എന്താ പറയുക? സ്ഥാലീപാകന്യായേന. നമ്മൾ കലത്തിൽ ചോറ് വെച്ചാൽ അതിൽ നിന്ന് ഒരു വറ്റെടുത്ത് വെന്തോ എന്ന് നോക്കിയാൽ ബാക്കി വറ്റൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാം. എന്നതുപോലെ നരനാരായണന്മാരുടെ മഹിമ അറിയാൻ ഈ ഒരു കഥ മാത്രം കേട്ടാൽ മതി. അവർ കാലാകാലങ്ങളായി എന്തൊക്കെ ചെയ്തു എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇതൊന്ന് മതി അവരുടെ മാഹാത്മ്യം അറിയാനായിക്കൊണ്ട്. അപ്പോൾ അതിനായിക്കൊണ്ട് ഈ ഒരു കഥ പറയുകയാണ്. ഇന്ദ്രഃ വിശങ്ക്യ. ഇന്ദ്രൻ ശങ്കിച്ചിട്ട്. എന്തിനു വേണ്ടി ശങ്കിച്ചിട്ട്? എന്താണ് അദ്ദേഹത്തിൻ്റെ ശങ്ക? അദ്ദേഹത്തിൻ്റെ ഭയം. ശങ്ക എന്ന് പറഞ്ഞ ഒരു ഭയമാണ്, ആങ്സൈറ്റിയാണ്. മമ ധാമ ജിഗൃക്ഷതി ഇതി. മമ ധാമ ജിഗൃക്ഷതി. എൻ്റെ സ്ഥാനത്തെ, എൻ്റെ ധാമത്തെ, എൻ്റെ പ്രതാപത്തെ, എൻ്റെ സ്വർഗരാജ്യത്തെ ജിഗൃക്ഷതി. ജിഗൃക്ഷതി എന്ന് പറഞ്ഞാൽ ഇവിടെ നരനാരായണന്മാർ തപസ് ചെയ്യണം. എപ്പോഴും തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തോ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വർഗലോകത്തെ പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ഹിരണ്യകശിപുക്കളും മറ്റുള്ളവരും ഒക്കെ തപസ് അനുഷ്ഠിച്ചത്. അപ്പം അതുപോലെ ഒരാളാണ് ഈ നരനാരായണന്മാരും എന്ന് കരുതി ഇവർ തപസ് ചെയ്യുന്നത് എൻ്റെ ലോകം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടാണ്. ജിഗൃക്ഷതി എന്ന് പറഞ്ഞാൽ ഹർത്തും ഇച്ഛതി. ജിഗൃക്ഷ എന്ന് പറഞ്ഞാൽ ഹർത്തും ഇച്ഛ, അപഹരിക്കുവാനുള്ള ആഗ്രഹമാണ് ജിഗൃക്ഷ. അത് ചെയ്യുന്നു എന്ന്. അപ്പൊ മമധാമ ജിഗൃക്ഷതി ഇതി എന്ന് കരുതിയിട്ട് സംശയം തോന്നിയവനായ ശങ്കിതനായ ഇന്ദ്രഃ എന്ത് ചെയ്തു? കാമം നയുങ്ക്ത. എങ്ങനെ? സഗണം കാമം നയുങ്ക്ത. ഗണങ്ങളോടുകൂടിയ കാമനെ നിയോഗിച്ചു എന്നാണ്. അപ്പൊ കാമൻ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്ന ആളല്ല. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് ശിങ്കിടികളൊക്കെ ഉണ്ട്. അവരാണ് ഗണങ്ങൾ എന്ന് പറയുന്നത്. അവരാരൊക്കെയാണ് എന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. ആരൊക്കെയായിട്ടാണ്? അപ്സരോഗണ വസന്ത സുമന്ദവാദൈഃ എന്ന് പറയുന്നുണ്ട്. അപ്സരോഗണങ്ങൾ, വസന്ത ഋതു, മന്ദമാരുതൻ, ഇവരൊക്കെയാണ് കാമന്റെ സന്തത സഹചാരികൾ. അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? സഗണം കാമം നയുങ്ക്ത. ഇന്ദ്രൻ തൻ്റെ കീഴിലുള്ള കാമദേവനെ ഈ നരനാരായണന്മാരുടെ തപസ് മുടക്കി അവരെ തപസ്സിൽ നിന്ന് ഇളക്കാൻ, അവരുടെ ഉള്ളിൽ കാമം ജനിപ്പിക്കാൻ വേണ്ടി അയച്ചു. എല്ലാവരുടെ ഉള്ളിലും കാമം ജനിപ്പിക്കലാണ് കാമദേവന്റെ പണി, അല്ലേ? അപ്പൊ ഇതുവരെ അവരുടെ ഉള്ളിൽ കാമമില്ലായിരുന്നു, ശാന്തിയായിരുന്നു. ആ ശാന്തിക്ക് ഭംഗമുണ്ടാക്കാൻ കാമനെ അയക്കുകയാണ് ചെയ്തത്. അതാണ് സഗണം കാമം നയുങ്ക്ത. സഹ ഇവിടെ സഹ കാമദേവ ബദര്യുപാഖ്യം ഗത്വാ. ബദര്യുപാഖ്യം ഗത്വ എന്ന് പറഞ്ഞാൽ ബദര്യാശ്രമം എന്ന സ്ഥലത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്. ബദര്യാഖ്യം
ഗത്വാന്ന് മതി. ഉപാക്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമീപ പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ്. ബദരീനാഥത്തിൻ്റെ സമീപ പ്രദേശം നരനാരായണ പർവ്വതമാണ്. നരനാരായണന്മാർ തപസ് ചെയ്യുന്ന സ്ഥാനം അത് ബദരി ക്ഷേത്രത്തിൽ നിന്ന് തൊട്ടു പുറകിലായിട്ട് ഉയർന്നു നിൽക്കുന്ന 2 പർവ്വതങ്ങളാണ് നരനാരായണ പർവ്വതം. അപ്പോൾ അവിടേക്ക് സമീപം ഗത്വ എന്നുള്ള അർത്ഥത്തിൽ ബദരീനാഥം ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അതിൻ്റെ അടുത്തുള്ളതായിട്ടുള്ള സ്ഥലത്തേക്ക് ചെന്നിട്ട് ബദര്യുപാക്യം ഗത്വ ആരോടുകൂടി അപ്സരോഗണ വസന്ത സുമന്ദവാദൈഹി. അപ്സരോഗണങ്ങൾ എന്ന് പറഞ്ഞാൽ രംഭ, തിലോത്തമ, മേനക മുതലായവർ. ഒരാൾ നമ്മൾ ലിസ്റ്റിലുള്ള ഒരാൾ വലിയ കൂടെ ഇല്ല. എന്താ കാരണം? അയാൾ ഉണ്ടാവാൻ പോണേ ഉള്ളൂ, അയാൾ ജനിക്കണേ ഉള്ളൂ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഊർവശി ജനിക്കാൻ പോകുന്നേ ഉള്ളൂ. ഊർവശി ഇല്ലാത്ത സ്വർഗമാണ് ഇപ്പോഴത്തെ സ്വർഗം. അപ്പോൾ വസന്തഗണ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ കൂടെ കാമദേവൻ്റെ കൂടെ രംഭയും മേനകയും തിലോത്തമയും മറ്റ് പല അപ്സരസ്സുകളുമാണ്. അപ്പോൾ അപ്സരോഗണങ്ങൾ വസന്തം വസന്ത ഋതു. വസന്ത ഋതുവിലെ കാമമുണ്ടാകുള്ളൂ. നല്ല വേനൽക്കാലത്തും നല്ല തണുപ്പ് കാലത്തുമൊക്കെ മനസ്സ് ഒരു വല്ലാത്തൊരവസ്ഥയായിരിക്കും മനുഷ്യരുടെയും സകല ജീവരാശികളുടെയും. ഒരു എന്താ പറയുക, നല്ല വേനൽക്കാലം, ചൂട്, വിശപ്പും ദാഹവും ഒക്കെ ഉള്ള കാലം. അപ്പോൾ ശരീരത്തിൻ്റെ സംരക്ഷണത്തിനുള്ള വെപ്രാളത്തിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കാമം വരുന്നത് ജന്തുക്കൾക്കൊന്നും വരുന്നത് കുറവാണ്. തീരെ എന്താ പറയുക, ഒരു തരത്തിലുള്ളതായിട്ടുള്ള പരിസര ബോധവുമില്ലാതെ കാമം വരുന്ന ഒരു കൂട്ടരാണ് മനുഷ്യരും, പിന്നൊരു കൂട്ടർ കുരങ്ങന്മാരും. ഇനിയിപ്പോൾ ഡാർവിൻ ഇത് കണ്ടിട്ടാണോ നമ്മളെ കുരങ്ങന്മാരാണ് നമ്മുടെ പൂർവീകർ എന്ന് പറഞ്ഞത് എന്നറിയില്ല. കുരങ്ങന്മാർക്കും മനുഷ്യർക്കും പിന്നെ ഇപ്പോൾ പട്ടികൾ, പന്നികൾ, അതൊക്കെ കുറച്ചുകൂടെ അവർക്ക് പോലും മനുഷ്യരെക്കാൾ കുറേ കൂടി വകതിരിവൊക്കെ ഉണ്ട്. ഒരു പട്ടി വയ്യാതെ ചാവാൻ കിടക്കുമ്പോൾ അതിനെ പോയിട്ട് മറ്റൊരു പട്ടി ബലാത്സംഗം ചെയ്യുമൊന്നുമില്ല. വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന പട്ടിയെ മറ്റൊരു പട്ടി ബലാത്സംഗം ചെയ്യില്ല. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആർക്കാ കൂടുതൽ വിവേകം, ആരാ കൂടുതൽ സംസ്കൃതര്? അപ്പോൾ അപ്സരഗണങ്ങൾ, അതുപോലെ വസന്ത ഋതു, വസന്തകാലം, ഉള്ളപ്പോഴേ നല്ല കാലാവസ്ഥ, പൂക്കളെല്ലാം വിരിഞ്ഞിരിക്കുന്ന, ജലാശയങ്ങളെല്ലാം നന്നായിരിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അതുപോലെ സുമന്ദവാദൈഹി, സുമന്ദവാദം മന്ദമാരുതൻ, മലയമാരുതൻ. മലയം എന്നുള്ളതായിട്ടുള്ള പർവ്വതം, ചന്ദന പർവ്വതം, ചന്ദന മരങ്ങൾ നിറഞ്ഞ പർവ്വതമാണ് മലയാചലം. ആ മലയാചലത്തിൽ നിന്ന് വീശുന്ന ചന്ദനഗന്ധമുള്ള കാറ്റാണ് മലയമാരുതൻ. ആ മലയമാരുതനാണ് ഇവിടെ കാമദേവന്റെ കൂട്ടുകാരൻ, സഹായി. അപ്പൊ ഇങ്ങനെ തൻ്റെ സഹായികളോടുകൂടി, തൻ്റെ ഗണങ്ങളോടുകൂടി ബദര്യുപാഖ്യം ഗത്വ, ബദര്യാശ്രമ പ്രദേശത്തേക്ക് ചെന്നിട്ട് സ്ത്രീ പ്രേക്ഷണ ഇഷുബി അവിദ്യത് അതന്മഹിജ്ഞഃ. അതന്മഹിജ്ഞഃ എന്നിവിടെ പറയുന്നത് കാമദേവനെ കുറിച്ചിട്ടാണ്. കാമദേവൻ അതന്മഹിജ്ഞഃ. അതന്മഹിജ്ഞഃ എന്ന് പറഞ്ഞാൽ ന തന്മഹിജ്ഞഃ. തന്മഹി ന ജാനാതി. മഹി എന്ന് പറഞ്ഞാൽ മഹിമയാണ്. ആരുടെ? തസ്യ നരനാരായണസ്യ. ആ നരനാരായണന്റെ മഹിമ അറിയാത്തത് കൊണ്ട് അവരാരാണ്, എത്ര ഗംഭീരന്മാരാണ്, അവരുടെ നേരെയാണോ താൻ ചെന്ന് ഈ തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളെയൊക്കെ പ്രയോഗിക്കുന്നത് എന്ന് ചിന്തിക്കാതെ, അതിനുള്ള വിവേകം കൂടാതെ, അതന്മഹിജ്ഞഃ കാമദേവഃ സ്ത്രീ പ്രേക്ഷണ ഇഷുഭിഹി അവിദ്യത്. സ്ത്രീകളുടെ പ്രേക്ഷണമാകുന്ന അമ്പുകളെ കൊണ്ട് എന്ന് വെച്ചാൽ ഈ രംഭ, തിലോത്തമ, മേനക മുതലായ അപ്സരസ്സുകളുടെ ശൃംഗാരപൂർവമായ
കടാക്ഷങ്ങളെ കൊണ്ട്, പ്രേക്ഷണങ്ങളാകുന്ന ഇഷുക്കളെ കൊണ്ട്, അമ്പുകളെ കൊണ്ട് അവിദ്യത് എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിക്കുക, എന്താ പറയുക, അയക്കുക എന്നൊക്കെ, തൊടുത്തു വിടുക എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ വരെ മുറിവേൽപ്പിക്കുന്നൊന്നുമില്ല, വേദിക്കുന്നൊന്നുമില്ല, അങ്ങോട്ട് പ്രയോഗിച്ചു. അത് മടങ്ങി ഒടിഞ്ഞു വീഴും. എങ്ങനെയാണോ രാവണന്റെ അസ്ത്രങ്ങൾ രാമന്റെ മുമ്പിൽ നുറുങ്ങി വീഴുന്നത്, അതുപോലെ നുറുങ്ങി വീഴും. പക്ഷെ എന്നാലും വിവേകമില്ലാത്തത് കൊണ്ട് കാമദേവൻ നരനാരായണന്മാരുടെ നേർക്ക് ഈ അസ്ത്രങ്ങളെ പ്രയോഗിച്ചു. ഏതസ്ത്രം? സ്ത്രീകളുടെ കടാക്ഷങ്ങൾ. സ്ത്രീകളുടെ കണ്ണുകൾ ബാണം പോലെയാണ്. അതിന്റെ അറ്റം കൊണ്ടുള്ള നോട്ടം കണ്ണേറ് അമ്പേറ് തന്നെയാണ്. അപ്പോ സ്ത്രീ പ്രേക്ഷണ ഇഷുബിഹി, ഇഷുക്കൾ എന്നാൽ ബാണങ്ങളാണ്. അവിദ്യത് വേദിച്ചു, മുറിച്ചു, അല്ലെങ്കിൽ അയച്ചു. അതന്മഹിജ്ഞ തസ്യ മഹിമ ന ജാനാതി, ആ മഹാത്മാവിന്റെ നാരായണന്റെ മഹിമ അറിയാത്തത് കൊണ്ട് ഇവരൊക്കെ കൂടി ചെന്ന് ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് കാമദേവന്റെ. ആരാ കാമദേവന്റെ പുറകില്? ഇന്ദ്രൻ. എന്താ കാരണം? ഇന്ദ്രന് തന്റെ സ്ഥാനം തട്ടിപ്പറിക്കുവോ എന്നുള്ള ശങ്ക. അപ്പൊ അതാണ് ഈ ശ്ലോകത്തിലെ വിഷയം. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഗൃക്ഷതീതി കാമം ന്യയുക്ത സഗണം സബദര്യുബാഖ്യം ഗത്വാപ്സരോ ഗണവസന്ത സുമന്ദവാദൈഃ സ്ത്രീ പ്രേക്ഷണേഷുഭിർ അവിദ്യത് അതന്മഹിജ്ഞഃ വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവഃ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയ യജമാനാൻ മാ ബൈഷ്ടഭോ മദന മാരുത ദേവബദ്ധ്വോ ഗൃഹീത നോ ബലിം അശൂന്യമിമം കുരുദ്വം. വിജ്ഞായ ശക്രകൃതം അക്രമം ആദിദേവഃ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയ യജമാനാൻ മാ ബൈഷ്ട ഭോ മദന ഭോ മാരുത ഭോ ദേവവദ്വോ ഗൃഹീത നോ ബലിം അശൂന്യമിമം കുരുദ്വം. വിജ്ഞായ ശക്രകൃതം അക്രമം ആദിദേവഃ. ഇവിടെ ആദിദേവഃ നാരായണഃ, നരനാരായണന്മാർ അഥവാ നാരായണ മഹർഷി. ആദിദേവഃ ശക്രകൃതം അക്രമം വിജ്ഞായ, ശക്രനാൽ ചെയ്യപ്പെട്ടതായിട്ടുള്ള അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിയതൊക്കെ അക്രമമാണ്. മര്യാദാ ലംഘനങ്ങളൊക്കെ തന്നെ എന്താണ്? അക്രമങ്ങളാണ്. ക്രമം എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റമാണ്, വ്യവസ്ഥയാണ്, മര്യാദയാണ്. എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് ക്രമം. അത് തെറ്റിയാലൊക്കെ എന്തായി? അക്രമമായി. അപ്പൊ അക്രമം എന്ന് പറഞ്ഞാൽ വല്ല ആയുധങ്ങളൊക്കെ എടുത്ത് ഉപദ്രവിക്കണം എന്നൊന്നുമില്ല. ക്രമം തെറ്റിയാൽ അക്രമമായി, മര്യാദ ലംഘിച്ചാൽ അക്രമമായി. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, പരിചയമില്ലാത്ത ആളാണ്, അപരിചിതനായിട്ടുള്ള ഒരാള് വലിഞ്ഞു കയറി ഓടി അങ്ങോട്ട് നമ്മുടെ അടുക്കളയിലേക്ക് അങ്ങോട്ട് കയറി വന്നാൽ അതെന്താണ്? അതൊരു ക്രമമല്ല, മര്യാദയല്ല, അതൊരു അക്രമമാണ്. കാൽ വെക്കാൻ പാടില്ലാത്തടത്ത് കാൽ വെച്ചു എന്നാണ് അക്രമം എന്നുള്ള വാക്കിന്റെ അർത്ഥം. ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപമാണ്. അപ്പൊ എവിടെ കാല് വെക്കണം, എവിടെ വെച്ചുകൂടാ? കാല് വെക്കാൻ പാടില്ലാത്തടത്ത് കാല് വെക്കരുത്. അപ്പൊ ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ ക്രമിക്കണമെങ്കിൽ ചോദിക്കണം, അനുവാദം ചോദിക്കണം. മേ ഐ കമിൻ? എവിടെയും ചോദിക്കണം, അല്ലേ? ഒരാളുടെ വാതിൽ തള്ളി തുറക്കാൻ പാടില്ല. നമ്മൾ ഒരാൾ വാതിലടച്ച് അകത്തിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾ വസ്ത്രമില്ലാതിരിക്കുകയായിരിക്കാം, ചിലപ്പോൾ അയാൾ ആരോടെങ്കിലും ഫോണിൽ സംസാരിക്കുകയായിരിക്കാം, ചിലപ്പോൾ വേറെ ആരെങ്കിലുമായിട്ട് രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കാം. അതാരാണെങ്കിലും നമ്മൾക്കവിടെ അതിക്രമിച്ച് കയറാൻ അവകാശമില്ല. അത് മര്യാദയുമല്ല. അതന്നെ ഇന്നത്തെ മോഡേൺ ലൈഫിൽ മാനേഴ്സായിട്ട് പറയുന്നത്. പക്ഷെ ഇന്ന് ആ മാനേഴ്സൊക്കെ പലർക്കും കുറഞ്ഞു വരുന്നു. അപ്പോൾ അത് അക്രമമാണ്. അപ്പം എന്താണ് ക്രമമെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ് ക്രമം, എന്താണ് മര്യാദ?
മാനേഴ്സ്, ഡിസിപ്ലിൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. അപ്പൊ ശക്രകൃതം അക്രമം വിജ്ഞായ, ഇത് ശക്രൻ ചെയ്തതായിട്ടുള്ള അപമര്യാദയാണ്, മര്യാദാലംഘനമാണ്. ഒരു താപസനായ തൻ്റെ അടുത്തേക്ക് കാമദേവനെയും ഈ ശൃംഗാര ചേഷ്ടകൾ പ്രകടിപ്പിക്കുന്ന അല്ലേ ഈ സ്ത്രീകളെ, ഈ അപ്സരസുകളെ, അർദ്ധനഗ്നകളായിരിക്കുന്ന ഈ സുന്ദരികളെയൊക്കെ അയക്കുന്നത് ഒരു മര്യാദയാണോ? ഏത് സന്യാസി, ഏത് താപസൻ ഇരിക്കുന്നിടത്തും അയക്കുന്നത് മര്യാദയല്ല. അപ്പൊ അയാള് ഇതെല്ലാം ഒഴിഞ്ഞു വന്നിരിക്കുകയാണ്. അയാളുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ടാണ് അയാൾ തപസ്സിന് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളിടത്ത് ഇതുപോലെയുള്ള ആളുകൾ പോയി ഉപദ്രവിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അക്രമമാകുന്നു. അപ്പോ ശക്രകൃതം അക്രമം വിജ്ഞായ, അറിഞ്ഞിട്ട് ആദിദേവ നാരായണ പ്രാഹ പ്രഹസ്യ, പ്രഹസ്യ പ്രാഹ, പ്രഹസ്യ എന്ന് പറഞ്ഞാലോ ചിരിച്ചുകൊണ്ട്, പ്രകർഷേണ ഹസനം കൃത്വ, നന്നായി ചിരിച്ചുകൊണ്ട് എന്ന് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി ചിരിച്ചുകൊണ്ട്, ഇവരുടെ ചേഷ്ടകളൊക്കെ കണ്ടിട്ട് എന്താ പറയുക, ഒരു തമാശ തോന്നി. അങ്ങനെ തമാശ തോന്നി ചിരിച്ചുകൊണ്ട് എന്താ ഗതവിസ്മയ, ഇവിടെ ഗതവിസ്മയ എന്നുള്ളതിന് പല അർത്ഥങ്ങളാണ്. ഈ ഇവരുടെ പ്രകടനങ്ങളിൽ അത്ഭുതപ്പെടാത്തവനായിട്ട് എന്ന് പറയാം. ഇനി സ്മയം എന്നാൽ അഹങ്കാരം, വിസ്മയം എന്ന് വിശേഷണമുള്ള അഹങ്കാരം എന്നൊക്കെ ഉണ്ട്, അതില്ലാതെ എന്നർത്ഥം. അഹങ്കാരരഹിതനായിട്ട് നാരായണ ഋഷി, അവർക്ക് ഒരു കാലത്തും അഹങ്കാരം ഇല്ല, ദേഹാഭിമാനം ഉണ്ടെങ്കിലല്ലേ അഹങ്കാരം. അപ്പൊ ഗതവിസ്മയ, അഹങ്കാരരഹിതനായിട്ട് ഏജമാനാൻ പ്രാഹ, ഏജതി എന്ന് പറഞ്ഞാൽ വിറയ്ക്കുക, ഓടിപ്പോവുക എന്നൊക്കെ അർത്ഥമാണ്. ചലിക്കുക, വിറയ്ക്കുക, ഓടിപ്പോവുക. അപ്പോൾ ഈ നരനാരായണന്മാരുടെ ബഹളമൊക്കെ കേട്ട് കണ്ണടച്ച് ധ്യാനനിരതരായിരിക്കുന്നവർ കണ്ണ് തുറന്നിട്ട് ഇവരുടെ ചേഷ്ടകളൊന്നും കണ്ടിട്ട് കൂസലില്ലാതിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ വന്നവർക്ക് പേടിയായി തുടങ്ങി. അയ്യോ, നമ്മുടെ മായകളൊന്നും ഇവിടെ ഏശുന്നില്ല, നമ്മൾ തെറ്റായ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവർക്ക് കോപം വന്നു കഴിഞ്ഞാൽ, ശപിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ വന്ന അപ്സരസുകളും കാമദേവനും വസന്തനും എല്ലാം കടന്ന് വിറയ്ക്കാൻ തുടങ്ങി. മലയമാരുതനും ഏജമാനാൻ കമ്പമാനാൻ, ഏജതി എന്ന് പറഞ്ഞാൽ കമ്പതി എന്നൊരർത്ഥം. ഏജതി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ധാവതി എന്ന് അർത്ഥമുണ്ട്, ഓടുന്നു. അപ്പൊ പേടിച്ചോടാൻ നിൽക്കുകയോ പേടിച്ച് വിറച്ചു നിൽക്കുകയോ ചെയ്യുന്നവരായിട്ടുള്ള യജമാനാൻ പ്രാഹ, അവരോടാണ് പറയുന്നത്. ഓടാൻ നിൽക്കുന്നവരോട്, വിറച്ചു നിൽക്കുന്നവരോട് പറയുകയാണ് മാ ബൈഷ്ട. ആദ്യം തന്നെ അവരെ ആശ്വസിപ്പിക്കുകയാണ്. കരുണാമൂർത്തി നാരായണ ഋഷി അവരോട് പറയണം, അവർ പേടിച്ചു നിൽക്കുമ്പോൾ മാ ബൈഷ്ട, ഭയപ്പെടേണ്ട. അദ്ദേഹത്തിന്റെ ശാന്തമായിട്ടുള്ള ആ ശബ്ദം, പേടിക്കണ്ട കേട്ടോ എന്നാ പറയണത്. മാ ബൈഷ്ട, അവരുടെ പേരുകൾ വിളിക്കുകയാണ്. ഭോ മദന, അല്ലയോ മദന, കാമദേവ, ഡോൺ വറി, പേടിക്കണ്ട, പേടിച്ചോടൊന്നും വേണ്ട, ധൈര്യമായിട്ട് നിൽക്കൂ. നിങ്ങൾ എവിടേക്കാ വന്നിരിക്കണത്? ഞാൻ ആരെയും ഉപദ്രവിക്കുന്നവനല്ല. പണ്ട് നിവാത കവചന്മാരെ എന്താ പറയുക ആക്രമിച്ചതൊക്കെ ഞങ്ങളുടെ നിയോഗമാണ്, ഈശ്വര നിയോഗം. എല്ലാവരെയും ഉപദ്രവിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോ ബോ മദന, അല്ലയോ കാമദേവ, പേടിക്കണ്ടാട്ടോ. മാ ബൈഷ്ട. പിന്നെ മാരുത, ഇവിടെ മാരുത എന്നുള്ളതും സംബോധനയാണ്. ആരെയാ? മലയമാരുത, മന്ദമാരുത, അല്ലയോ മന്ദമാരുത, നീയും പേടിക്കണ്ടാട്ടോ, ധൈര്യമായിട്ട് നിന്നോളൂ. അതുപോലെ ദേവവദ്വഹ, ഭോ ദേവവദ്വഹ, അല്ലയോ ദേവവധുക്കളെ. ദേവവധുക്കൾ ദേവന്മാരുടെ ഭാര്യ തുല്യരായിരിക്കുന്ന അപ്സരസുകൾ, ദേവലോകത്തുനിന്ന് വന്ന കന്യകൾ. ആ അപ്സരസുകളോട് രംഭാതിലോത്തമ മുതലായവരെ സംബോധന ചെയ്തുകൊണ്ട് പറയണ, അല്ലയോ ദേവവദ്വോ മാ ബൈഷ്ട, നിങ്ങളും പേടിക്കണ്ട കേട്ടോ. നിങ്ങളെ ശപിച്ചിട്ട് ഞാൻ കല്ലോ മരോ ഒന്നും ആക്കാൻ പോണില്ല, പേടിക്കണ്ട.
അപ്പോൾ ഇവരെല്ലാം വിളിച്ചുകൊണ്ട് അവരൊന്നും പേടിച്ചോടേണ്ട ആവശ്യമില്ല, അവർ ഓടാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓടണ്ട എന്ന് പറയണം. എന്നിട്ട് പറയണ് മാ ബഹിഷ്ട നഹ ബലിം ഗൃഹീത, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതിഥികളാണ്. അതിഥികൾ ഇവിടെ വന്നിട്ട് ഒന്നും സ്വീകരിക്കാതെ പോയാലേ എനിക്കാണ് അതിൻ്റെ ദോഷം. അപ്പൊ നിങ്ങൾ എന്ത് വേണം? ഇവിടെ വന്നു എൻ്റെ ആതിഥ്യം സ്വീകരിക്കുക, എൻ്റെ പൂജയെ സൽക്കാരത്തെ സ്വീകരിക്കുക. അതാണ് നഹ ബലിം ഗൃഹീത, നഹ ഞങ്ങളുടെ ബലിയെ പൂജാദ്രവ്യങ്ങളെ ഗൃഹീത സ്വീകരിച്ചാലും നിങ്ങൾ സ്വീകരിക്കൂ. എന്തിനു വേണ്ടി? ഇമം അശൂന്യം കുരുദ്വം, ഇമം ആശ്രമം, ഈ നാരായണ ആശ്രമത്തെ, ബദരികാശ്രമത്തെ യൂയം അശൂന്യം കുരുദ്വം, ഇതിനെ അശൂന്യമാക്കി ചെയ്താലും. ശൂന്യം എന്ന് പറഞ്ഞാല് മംഗളമില്ലാത്തത്, അല്ല അതെ, ശൂന്യം എന്ന് പറഞ്ഞാൽ മംഗളമില്ലാത്തത്. എന്താ? നായ കിടക്കുന്ന സ്ഥലമാണ് ശൂന്യം. ശുന ശബ്ദം നായയാണ്. നായ കിടക്കുന്നിടത്ത് ചാരേ ഉണ്ടാവുള്ളൂ. ചാരത്തിലാണ് നായ കിടക്കുക. നായക്ക് വേണ്ടത് ചാരമാണ്. അപ്പൊ ചാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കത്തിച്ചാമ്പലായ ഒരവസ്ഥയാണ്, ഒന്നുമില്ലാതായ അവസ്ഥയാണ്. ഒന്നുമില്ലാത്ത വസ്തുവാണ് ചാരം. ആ ചാരത്തിൽ നായ കിടക്കുന്നു. അതുകൊണ്ട് ശുനകൻ ശയിക്കുന്ന സ്ഥാനം ശൂന്യം. അപ്പോ അവിടെ ആരാണ് ഇരിക്കേണ്ടത്? അതിഥികൾ വന്നിരിക്കേണ്ടിടത്ത് നായ കിടക്കുന്നത് പോലെയാണ്. എവിടെയാണ് നായ്ക്കൾ കിടക്കുക? ഏത് വീട്ടിലാണ് അധികം നായ്ക്കളെ വളർത്തുക? ആരും വരണ്ട എന്ന് കരുതുന്നിടത്ത് അല്ലേ? വീടുകളിൽ നായ്ക്കളെ വളർത്തുന്നത് എന്തിനാ? ആരും വരാതിരിക്കാൻ. എന്നിട്ട് വീട്ടിൻ്റെ മുമ്പിൽ വലിയ ഗേറ്റൊക്കെ വെച്ചിട്ട് ബോർഡ് എഴുതി വയ്ക്കും, ബിവെയർ ഓഫ് ഡോഗ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു അൾസേഷ്യൻ്റെ വായും പൊളിച്ച് പ്രാന്ത നായിനെ പോലൊരു മുഖം വെച്ചിട്ടുണ്ടാവും. അതും കൂടി കണ്ടാലോ ആരും ആ വഴിക്ക് പിന്നെ ഒരു കാര്യത്തിനും പോവില്ല. പിച്ചക്കാർ പോലും ആ വഴിക്ക്, പിച്ചക്കാർ ആദ്യം ഓടിപ്പോവും, അടുത്ത വീട്ടുകാരും പോവില്ല, കടം ചോദിക്കാനായിട്ട് ആരും പോവില്ല. ബന്ധുക്കൾ പോലും, കുട്ടികളൊക്കെ പറയും ഞങ്ങളില്ല, അവിടെ പോയാൽ നായ മേലേക്ക് വരും. അപ്പോൾ എപ്പോൾ നോക്കിയാലും ചിലപ്പോൾ അഴിച്ചും വിട്ടിട്ടുണ്ടാവും. അപ്പം മനുഷ്യന്മാര് അതിഥികൾ വരേണ്ടിടത്ത് ഇവിടെ ആരാ കിടക്കണത്? നായ. ആ ഗൃഹങ്ങളെ എന്താ പറയുക? ശൂന്യഗൃഹങ്ങൾ. ശൂന്യഗൃഹങ്ങളാണ്. അപ്പൊ ആരും വരണ്ടെന്നും ആരും ഇല്ല എന്നും കരുതി ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ആണ് നായ്ക്കളോട് അധികം പ്രേമം. നായ്ക്കളെ നമ്മൾ വളർത്തേണ്ട കാര്യമൊന്നുമില്ല, അവര് പ്രകൃതിയിൽ വളർന്നോളും. അനാദികാലം മുതൽക്കേ നായ്ക്കള് ഗ്രാമമൃഗങ്ങളാണ്. മനുഷ്യരുടെ ചുറ്റിപ്പറ്റി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെ സ്വതന്ത്രമായിട്ട് വിട്ടാൽ അവർ വയലന്റ് ആവില്ല അധികം. പിന്നെ അവർ എണ്ണത്തിലൊക്കെ പെരുകുമ്പോഴാണ് അവർ തമ്മിലുള്ളതായിട്ടുള്ള പല പ്രശ്നങ്ങളും ചുറ്റുപാടിലേക്കും വ്യാപിപ്പിക്കും. അപ്പൊ ശൂന്യം എന്ന വാക്ക് ശുനകനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നായ കിടക്കുന്ന സ്ഥലം ചാരം. അപ്പോ ഞങ്ങളുടെ ഈ ഗൃഹത്തെ, ഞങ്ങളുടെ ഈ ആശ്രമത്തെ അശൂന്യം കുരുദ്വം, നിങ്ങൾ അശൂന്യമാക്കി ചെയ്താലും. ഇന്നത്തെ കാലത്ത് സേഫ്റ്റിക്ക് നിവൃത്തിയില്ല. ഇന്നിപ്പോൾ ആരാ വരണ, ഏത് കള്ളന്മാരാ വരണ? കലിയുഗത്തിൽ ഈ കാലത്ത് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിവൃത്തിയില്ലാതെ വളർത്തു തന്നെ പലരും. അപ്പൊ ഇതൊരു ശൂന്യഗൃഹമാവരുത്. ധാരാളം അതിഥികൾ വരണം. ഞങ്ങൾക്ക് അതിഥികളെ നിത്യവും ആരാധന ചെയ്യുമ്പോഴാണ് ഇത് ഈശ്വര വാസമുള്ള ഗൃഹമായി മാറുന്നത്. ഈശ്വര വാസമുള്ള ഗൃഹമാകണം. അപ്പൊ അതിനെന്ത് വേണം? പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണം. പഞ്ചമഹായജ്ഞങ്ങളിൽ അതിഥി യജ്ഞം എന്നുള്ളത്, നൃയജ്ഞം എന്നുള്ളത് വളരെ വിശേഷമാണ്.
അത് ചെയ്യാത്ത ഗൃഹങ്ങളൊക്കെ എന്താണ്? ഇപ്പൊ യജ്ഞശാലയിൽ അഗ്നി ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ചാരം അല്ലേ? ഹോമകുണ്ടത്തിൽ അഗ്നിയെ തെളിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ, എപ്പോഴും അഗ്നിയെ ആവഹിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവുക ചാരമാണ്. ഇവിടെ ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, അതിഥിയജ്ഞം, ഭൂതയജ്ഞം, ഈ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യുമ്പോഴേ ഒരു ഗൃഹത്തിലെ അഗ്നി തെളിഞ്ഞു കത്തുള്ളൂ, ഒരു ഗൃഹത്തിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുള്ളൂ, അത് അശൂന്യമായ ഗൃഹമായി മാറുള്ളൂ. അപ്പൊ ഇത് വളരെ നോക്കൂ, താപസന്മാരായിട്ടുള്ള അവർ പോലും, താപസന്മാരായിട്ടുള്ള നരനാരായണന്മാർ പറയാണ്, നിങ്ങൾ ഇവിടെ വന്നു ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിച്ച് ബലിയെ ഗ്രഹിച്ചാലും പൂജാദ്രവ്യങ്ങളെ, അർഘ്യപാദ്യാദികളെ, ഞങ്ങൾക്ക് ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഫലമൂലാദികൾ ഞങ്ങൾ തരുന്നു, അത് സന്തോഷമായിട്ട് കഴിച്ചിട്ട് പോണം. അപ്പോൾ ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ്, അതിഥി പൂജ. ആശ്രമങ്ങളിൽ പോലും അതുണ്ട്. നമ്മൾ ഇവിടെ ആശ്രമത്തിൽ വരുന്ന എല്ലാവരോടും ഭക്ഷണം കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയും. ദിവസവും 6ഉം 7ഉം ചില ദിവസം 10ഉം സന്യാസിമാര് അലഞ്ഞു തിരിയുന്നവരിവിടെ വരും. അവർ വരുന്നത് മുഖ്യമായിട്ട് ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ദക്ഷിണ കൊടുക്കും, ഒപ്പം പറയും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിച്ചിട്ട് പോയാൽ മതി. അവർക്ക് ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാൽ സ്ഥലം വിടാൻ നിൽക്കും ചിലപ്പോൾ. കാരണം അവർക്ക് പല ഭാഗത്ത് പോകാനുണ്ടാവും, എവിടുന്നെങ്കിലും അവർക്ക് കിട്ടും ഭക്ഷണം. അപ്പോൾ എന്നാലും നമ്മൾ നമ്മുടെ മര്യാദയ്ക്ക് പറയുക, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇരുന്ന് കഴിച്ചിട്ട് പോകൂ. 11 മണിക്ക് വന്നാൽ 1 മണി വരെ ഇരിക്കണം ഭക്ഷണം കഴിക്കാൻ. 10 മണിക്കാ വന്നു വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ പറയും. അവിടെ ഉണ്ടാവും, എക്സ്ട്രാ കരുതിയിട്ടുണ്ടാവും, അതൊന്നും കഴിച്ചിട്ട് പോകാൻ പറയും. ഇനിയിപ്പോൾ അതും കഴിച്ചിട്ടാ വന്ന് ഞങ്ങൾക്ക് നിൽക്കാൻ സമയമില്ല, എന്നാൽ പൊക്കോളൂ. ഇപ്പം ഇവിടെ ആര് വന്നാലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറയും. അപ്പോൾ നിങ്ങളും ഇത് കേൾക്കുന്ന നിങ്ങളൊക്കെ ഈ ഒരു സംസ്കാരം ഗൃഹങ്ങളിൽ പാലിക്കുക. ഇനിയിപ്പോൾ വയസ്സായ അമ്മമാർ ഒറ്റയ്ക്കേ ഉള്ളൂ, പാചകം ചെയ്യാനൊന്നും വയ്യ. അപ്പോൾ എന്താ ചെയ്യുക? കുറച്ച് പഴങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ്, മിഠായി മുതലായതെങ്കിലും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. കുട്ടികളോ ഓരോരുത്തർ വരുന്നവരുടെ അവസ്ഥയ്ക്കനുസരിച്ച്, ഷുഗറുകാർക്ക് ഷുഗറൊന്നും കൊടുക്കണ്ട, അതിന് പറ്റിയ എന്തെങ്കിലും കരുതി വയ്ക്കുക. എന്തെങ്കിലും കൊടുത്ത് അവരുടെ ദാഹവും ക്ഷീണവും മാറ്റി പറഞ്ഞയക്കുക. വയസ്സായിട്ടുള്ള ആളുകൾക്ക് പറയാം, ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ആരോഗ്യമില്ല, ഞാനേ ഇവിടെ വയ്ക്കുന്നതും ഉണ്ണുന്നതുമൊക്കെ വളരെ ചുരുക്കമാണ് എന്ന് തുറന്ന് പറയാം. ഒരു കുഴപ്പമില്ല. ജോലിക്കാരുള്ളവർക്ക് അതോ ജോലിക്കാരോട് പറഞ്ഞ് ചെയ്യിച്ചു കൊടുക്കാം. ഏതായാലും ജോലിക്കാരെ വെച്ചിട്ടുണ്ട്, അവർക്കും ജോലി കൊടുക്കണ്ടേ, അവർക്കും സന്തോഷമാവും ആർക്കെങ്കിലും വേണ്ടി നല്ലതെന്തെങ്കിലും വെച്ച് കൊടുക്കുമ്പോൾ. കാരണം ഇവിടെ ആകെയുള്ളത് വയസ്സായ ഒരു അമ്മയാണ്, അവർക്കൊന്നും വേണ്ട, എന്നും കഞ്ഞി മതി എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് 4 ആള് അതിഥികൾ വരണു എന്ന് പറയുമ്പോൾ അവിടുത്തെ വീട്ടിലുള്ള ജോലിക്കാർക്ക് സന്തോഷമാവും. ഹാവ്, എൻ്റെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരമായല്ലോ. സെൽഫ് എക്സ്പ്രഷനുള്ളതായിട്ടുള്ളൊരു അവസരം എല്ലാവർക്കും സന്തോഷം നൽകുന്നതാണ്. സംഗീതം അറിയുന്ന കുട്ടികൾക്ക് പാട്ടുപാടാൻ വേദി കിട്ടും പോലെയാണ് പാചകം അറിയുന്ന ആളുകൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ അവരും സന്തോഷിക്കും. പറഞ്ഞു വന്നത്, നമ്മുടെ ഗൃഹങ്ങളൊക്കെ ശൂന്യഗൃഹങ്ങളാവാതിരിക്കട്ടെ, അശൂന്യ ഗൃഹങ്ങളായി ഭവിക്കട്ടെ. അതാണ് ഇവിടെ നരനാരായണ ഋഷീശ്വരന്മാർ ആ എന്താ പറയുക, ഘോരമായിട്ടുള്ള തണുപ്പത്ത് താമസിക്കുന്ന, മഞ്ഞിൻ മലയിൽ താമസിക്കുന്ന, ബദരീനാഥത്തിൽ നരനാരായണ പർവ്വതത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഈ താപസന്മാർ പറയുകയാണ്, ഞങ്ങളുടെ ബലിയെ സ്വീകരിക്കൂ, ഈ ഗൃഹത്തെ അശൂന്യമാക്കി ചെയ്യൂ. അതും ആരോടാ പറയണത്? ഉപദ്രവിക്കാൻ വന്നവരോട്. ഇവിടെ വന്ന് ഉപദ്രവിക്കാൻ വന്നവരാ. ആ ഉപദ്രവിക്കാൻ വന്നവരോട് യാതൊരു തരത്തിലുള്ള ദ്വേഷമോ കോപമോ ഒരു തരത്തിലുള്ള മുൻവിധിയോ ഒന്നുമില്ലാതെ തുറന്ന കൈകളോടുകൂടെ സ്വീകരിക്കുന്നു. വരൂ, ഇതുവരെ വന്നിട്ട് എന്താ നിങ്ങൾ പേടിച്ചു നിൽക്കുന്നത്? ഇങ്ങോട്ട് വരൂ, ഇവിടെ വന്ന് ഞങ്ങളുടെ ആതിഥ്യം സ്വീകരിക്കൂ എന്ന് പറയുന്ന
നരനാരായണന്മാർ നോക്കുക. വിജ്ഞായ ശക്രകൃതമക്രമമാദിദേവഃ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയ യജമാനാൻ മാപൈഷ്ട ഭോ മദനമാരുതദേവബദ്ധോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുദ്വം. ഇത്തം ബ്രുവത്യഭയദേ നരദേവ ദേവാഃ സവ്രീഡനമ്രശിരസഃ സഗൃണം തമൂജുഃ നൈതദ്വിഭോ ത്വയി പരേऽവികൃതേ വിചിത്രം സ്വാരാമധീരനികരാനതപാദപദ്മേ. ഇത്തം ബ്രുവത്യഭയദേ നരദേവ ദേവാഃ സവ്രീഡനമ്രശിരസഃ സഗൃണം തമൂജുഃ നൈതദ്വിഭോ ത്വയി പരേऽവികൃതേ വിചിത്രം സ്വാരാമധീരനികരാനതപാദപദ്മേ. അപ്പോ ഇത്തം ബ്രുവതി ഇപ്രകാരം പറയുമ്പോൾ, അല്ലെങ്കിൽ പറഞ്ഞവനിൽ എന്നൊക്കെ അർത്ഥം. ബ്രുവതി സതി, അവിടെ സതി സപ്തമിയായിട്ട് എടുക്കാം. ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കേ, ആര് പറഞ്ഞുകൊണ്ടിരിക്കേ? നരനാരായണന്മാർ പറഞ്ഞുകൊണ്ടിരിക്കേ. ഇവിടെ നരദേവ എന്നൊരു സംബോധനയുണ്ട്. അത് നിമിയെ ദ്രുമിളൻ സംബോധന ചെയ്യുന്നതാണ്. ദ്രുമിളയോഗി നിമിയെ സംബോധന ചെയ്യുന്നു. ഹേ നരദേവ, അല്ലയോ നരാണാം മധ്യേ ദേവാ രാജാവേ, അല്ലയോ രാജാവേ നിമി ചക്രവർത്തേ, അങ്ങ് കേൾക്കൂ. എന്ത് കേൾക്കുന്ന? ഇത്തം ബ്രുവതി സതി. ആര്? അഭയദേ. അഭയദേ എന്ന് പറഞ്ഞാലോ അഭയം ദാനം ചെയ്യുന്നവൻ, അഭയം ദാനം ചെയ്യുന്നവനായ ദേവൻ. ആരാ? നരനാരായണൻ. ഇത്തം ബ്രുവതി സതി, ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവാഹ സവ്രീഡ നമ്രശിരസഃ, ആ വന്ന ദേവന്മാർ, ഇവിടെ ദേവന്മാരെന്നാൽ മന്മഥനും മലയമാരുതനും വസന്തനും ഒക്കെ, അവരെയൊക്കെ ദേവന്മാരായിട്ട് കണക്കാക്കി പറഞ്ഞിരിക്കുന്നു. സ്ത്രീകളടക്കം, അപ്സര സ്ത്രീകളടക്കമുള്ള ആ സമൂഹം. ദേവാഹ സവ്രീഡ നമ്രശിരസഃ, വ്രീഡ കൊണ്ട്, ലജ്ജ കൊണ്ട്, നമ്രശിരസ്കരായിട്ട്, ശിരസ് താഴ്ന്നവരായിട്ട്, നാണം കെട്ട് തല താഴ്ത്തിയവരായിട്ട്, ഉപദ്രവിക്കാൻ വന്ന നമ്മളെ ഇത്ര നല്ല മര്യാദയോടെ സ്വീകരിക്കുന്ന ഒരു മഹാത്മാവിന്റെ മുമ്പിൽ നമ്മൾ എത്ര നീചന്മാരാണ്, എന്തൊരു അപരാധമാണ് നമ്മൾ ചെയ്തത് എന്നുള്ള കുറ്റബോധത്തോടെ ശിരസ് താഴ്ന്നവരായിട്ട്. സവ്രീഡ നമ്രശിരസഃ ദേവാഃ സഗൃണം തം ഊജുഹു. സഗൃണം എന്ന് പറഞ്ഞാൽ ഗൃണി എന്ന് പറഞ്ഞാൽ ദയ, കാരുണ്യം. അപ്പൊ സഗൃണം തം, ദയോടുകൂടിയവനായ അദ്ദേഹത്തോട്, നാരായണ ഋഷിയോട്, ഊചു ദയാവാനായ ഋഷിയോട് ഇപ്രകാരം പറഞ്ഞു. എന്താ പറയണത്? വിഭോ സ്വാരാമധീര നികരാനത പാദപത്മേ പരേ അവികൃതേ ത്വയി ഏതത് ന വിചിത്രം. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട്, പ്രശംസയല്ല ഒരു സത്യം പറയണം. ഏതത് ന വിചിത്രം എന്നാ പറഞ്ഞ്. ഇത് ത്വയി അങ്ങയിൽ, ഏതത് ന വിചിത്രം, ഇതൊരു വിചിത്രമായിട്ടുള്ള കാര്യമല്ല, ഇതൊരു അത്ഭുതമല്ല. ഇതൊക്കെ നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കൾക്ക് നിസ്സാരമായ കാര്യങ്ങൾ, സ്വാഭാവികമായ കാര്യങ്ങൾ. സ്വാഭാവികമായിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിചിത്രതയുണ്ടോ? ഇപ്പം എനിക്ക് 2 കൊമ്പുണ്ട് എന്ന് പറഞ്ഞാൽ വിചിത്രം എന്ന് പറയാം. എനിക്ക് 2 ചെവിയുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു വിചിത്രമുള്ള? എല്ലാ മനുഷ്യർക്കും 2 ചെവിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ളതിൽ ഒരു വൈചിത്ര്യവുമില്ല. ഇവിടെ നരനാരായണന്മാരെ സംബന്ധിച്ച് അവരുടെ സ്വാഭാവികമായ പെരുമാറ്റമാണ്. അവരുടെ മഹത്വം എന്താണെന്ന് ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമാപണം ചെയ്യുകയാണ്. ത്വയി ഏതത് ന വിചിത്രം, അങ്ങയിൽ ഈ ഒരു ഭാവം അത്ഭുതമേ ഇല്ല, നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് താല്പര്യം. അപ്പോൾ എന്താ വിഭോ എന്നാണ് സംബോധന. അല്ലയോ സർവസമർത്ഥനായിരിക്കുന്നവനെ നാരായണ,
സ്വാരാമധീര നികരാനതപാദപത്മേ. സ്വാരാമധീരന്മാർ എന്ന് പറഞ്ഞാൽ, സ്വാരാമന്മാർ എന്ന് പറഞ്ഞാൽ സ്വ ആത്മനി രമതേ, ആത്മാവിൽ രമിക്കുന്നവർ ആത്മാരാമന്മാർ. അപ്പൊ ആത്മാരാമന്മാരായ ധീരന്മാർ, അവർ ധീരന്മാരാണ്, ബുദ്ധിയിൽ രമിക്കുന്നവരാണ്, സമാധിയിൽ നിഷ്ഠയോടുകൂടിയവരാണ്. അതാണ് ധീര ശബ്ദത്തിനർത്ഥം. അപ്പോ സ്വാരാമധീര നികരം എന്ന് പറഞ്ഞാൽ സമൂഹ കൂട്ടം. അങ്ങനെയുള്ള ആത്മജ്ഞാനികളായ, ആത്മാനന്ദം അനുഭവിക്കുന്ന സമാധിനിഷ്ഠന്മാരായ അനേകം ആളുകൾ നമസ്കരിക്കുന്ന പാദപത്മങ്ങളോടുകൂടിയവരാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ഋഷിപ്രവരന്മാരാണ് നിങ്ങൾ. നിങ്ങളെ എല്ലാ ഋഷീശ്വരന്മാരും വന്ന് നമസ്കരിക്കുന്നു. അങ്ങനെയുള്ള സ്വരാമധീര നികര ആനത പാദപത്മേ, എല്ലാവരും വന്ന് ആനമിക്കുന്ന പാദപത്മത്തോടുകൂടിയവരായ പരേ ത്വയി, പരനായ, എല്ലാറ്റിൽ നിന്നും അതീതനായിരിക്കുന്ന, അവിദ്യാദി ദോഷങ്ങളിൽ നിന്ന് അതീതനായിരിക്കുന്ന, മായയെ ജയിച്ചിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന, അവികൃതേ, അവികൃതേ വികാരമില്ലാതെ, വികൃതി അഥവാ വികാരരഹിതേ, കാമക്രോധ ലോപമോഹ മത മാത്സര്യാദി വികാരങ്ങളൊന്നും മനസ്സിനെ ബാധിക്കാത്തവനായ ത്വയി. അല്ലെ, മുമ്പേ പറഞ്ഞ പ്രശാന്തേ ത്വയി, അവികൃതേ ത്വയി, യാതൊരു വികൃതികളും ഇല്ലാത്തവൻ, മനസ്സിന് വികാരങ്ങളൊന്നും ഇല്ലാത്തവനായ അങ്ങയിൽ ഏതത്, ഏതെന്ന് പറഞ്ഞാലോ ഈ ഒരു ഭാവം. ഏത് ഭാവം? അങ്ങ് ഉപദ്രവിക്കാൻ വന്നവരോട് അവരുടെ ഉപദ്രവത്തെ ക്ഷമിച്ചിരിക്കുന്നു. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ പരിഗണിച്ചിട്ടേ ഇല്ല, അതിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. നിങ്ങളെന്തോ വന്നു, എൻ്റെ ഗൃഹത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് സന്തോഷമായി, നിങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. വരൂ വരൂ എന്നുള്ള ഭാവം. അപ്പം ഈ ഒരു ഭാവം, ക്ഷമ എന്ന ഭാവവും യാതൊരു തരത്തിലുള്ള ചിത്തക്ഷോഭവുമില്ലാതെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ഭക്തിയോടെ, ശ്രദ്ധയോടെ ക്ഷണിക്കുകയാണ് അതിഥികളെ. എൻ്റെ ആതിഥ്യം സ്വീകരിക്കൂ, ഉപചാരങ്ങൾ സ്വീകരിക്കൂ, ഈ ഗൃഹത്തെ അശൂന്യമാക്കി ചെയ്യൂ എന്നുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട് അവിടെ. എനിക്ക് എൻ്റെ അതിഥി പൂജ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന നിങ്ങളോട് എനിക്ക് കൃതജ്ഞതയുണ്ട് എന്നുള്ള ഭാവത്തിലാണ് നരനാരായണന്മാർ ഇവരെ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാവം ഇവരെ തീർച്ചയായിട്ടും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതൊരു റയറായിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്, ലോകത്തിൽ വേറെ ആരിലും കാണില്ല. പക്ഷെ നിങ്ങളിൽ ഇത് അത്ഭുതമല്ല, കാരണം നിങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. നിങ്ങൾ ഇങ്ങനെ ആയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് പറയുന്നതിൻ്റെ താല്പര്യം. ഇനിയും തുടരുന്നുണ്ട് അവരുടെ സ്തുതി. അപ്പൊ ഇത്തം ബ്രുവത്യഭയതേ നരദേവ ദേവാഹ സൗരീര നമ്ര ശിരസഃ സഗൃണം തമൂജുഃ നൈതദ്വിഭോ ത്വയി പരേ അവികൃതേ വിചിത്രം സ്വാരാമധീര നികരാനതപാദപത്മേ. വളരെ മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. നമുക്ക് അടുത്ത ശ്ലോകം നാളെ കാണാം. ഇവരുടെ ദേവന്മാരുടെ വാക്കുകൾ തന്നെയാണ്. അവര് നരനാരായണമൂർത്തികളെ സ്തുതിക്കുകയാണ്. ഓം ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇന്ന് ഡിസ്റ്റർബൻസ് ഇല്ല തോന്നുന്നുണ്ട് അല്ലേ? എല്ലാവർക്കും ക്ലിയറായി. ഭാഗ്യം. നാരായണ.
എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.